ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം. തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം. നമ്മുടെ നരജന്മം സഫലമായി ഇടുവാൻ ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ട് ജപിക്കണം. നമ്മുടെ സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ വരും. നാരായണം നമസ്കൃത്വാ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. യസ്യ ഭാഗവത വ്യാഖ്യാ സർവേഷാം ഭക്തിദാം നൃണാം സയേവ കരുണാസിന്ധു ബോധിതാത്മഗുരുകോർമ്മ. തസ്മൈ ശ്രീ വാസുദേവായ ധരണീശ്വരരൂപിണി ഗുരുവായൂരേശായ തുഭ്യം ശ്രീ ഗുരവേ നമഃ. ഗുരുവായൂരപ്പാ ശരണം. ഓം ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യഃ നമോ ഗുരുഭ്യഃ. സർവോപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യകർത്തോ ബ്രഹ്മൈവാഹമസ്മി. സർവം ബ്രഹ്മൈവാഹമസ്മി. സർവം ബ്രഹ്മൈവാഹമസ്മി. അമൃതസ്വരൂപികളായ ധന്യാത്മാക്കളെ, ഹരിനാമ കീർത്തനമാണ് ഇവിടെ വിഷയമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി പറയുന്നത് കേൾക്കുക. 41ാമത് അഖില ഭാരത മഹാസത്രമാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യതയുള്ളതാണ്. സജ്ജനങ്ങളുടെ സാന്നിധ്യം വളരെ കുറവാണ്. എങ്കിലും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആചാര്യസമ്പത്തുകൾ വന്ന് പ്രഭാഷണം നടത്തിയ ഈ വേദിയിൽ ഭഗവാന്റെ ദാസനായിരിക്കുന്ന ഈ ജീവനും ഒരു പ്രഭാഷണം നടത്തുവാനായിക്കൊണ്ട്, അതും ഭഗവാന്റെ സവിധത്തിൽ തന്നെ അതൊരു കാരണമായി തീർന്നിരിക്കുകയാണ്. വളരെ വിശേഷമായിക്കൊണ്ട് തന്നെ താല്പര്യത്തോടു കൂടിയും പ്രഭാഷണം പറയുവാനായിക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കണം. ഇരിക്കുന്ന എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കഥാസന്ദർഭം കേൾക്കണം. ഇത്രയോ നേരം ഇവിടെ ജ്ഞാനപ്പാനയും അതിനു മുമ്പായിക്കൊണ്ട് അജാമിള മോക്ഷമൊക്കെ ഇവിടെ പ്രഭാഷണം നടത്തി. പ്രഭാഷണത്തിൽ വന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടുത്തെ വിഷയം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഹരിനാമകീർത്തനമാണ്. എങ്കിലും സാഹചര്യങ്ങളും നമ്മൾ സന്ദർഭങ്ങളും മനസ്സിലാക്കി വേണം കർമ്മം ആചരിക്കുവാൻ. കാരണം ഒരുപാട് പേര് ഇവിടെയൊക്കെ വേദിയിൽ ധാരാളം പേര് ഇരിപ്പുണ്ട്. എല്ലാവരുടെയും മനസ്സുകൾ ഒരുപോലെ പിടിച്ചു നിർത്തുക എന്നുള്ളത് സാധ്യമല്ല. അപ്പോൾ മനസ്സിങ്ങനെ ചഞ്ചല്യപ്പെട്ടുകൊണ്ടേയിരിക്കുക. അടക്കി നിർത്തുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കണില്ല. മറ്റു വിഷയങ്ങളിൽ വ്യാപൃതരായി നിൽക്കുക. അപ്പം അങ്ങനെയുള്ള മനസ്സിനെ നാമം ജപിപ്പിച്ചുകൊണ്ട് 41ാമത് ഭാഗവതസത്രത്തിലെ ഹരിനാമകീർത്തന എന്നുള്ള അധ്യായം നമുക്കിവിടെ ആരംഭിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ടൊന്ന് ഒരു ഹരേ രാമ ജപിക്കാം എന്നുകൂടി ആഗ്രഹിക്കുന്നു. കലിസംഗ്രഹണ ഉപനിഷത്തിലെ മന്ത്രമാണ്. നിങ്ങളെല്ലാവരും ഒരേപോലെ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹരേ രാമ ജപിച്ചാട്ടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കുറച്ച് നേരമെങ്കിലും 1 or 2 പ്രാവശ്യമെങ്കിലും നാമം ജപിച്ചു. നാമത്തിൻ്റെ പ്രാധാന്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഹരിയുടെ നാമത്തെ കീർത്തിക്കുക എന്നുള്ളതാണ്. സർവ്വവിധമായ പാപങ്ങളും ഇല്ലാതെയാക്കുവാൻ ശ്രേഷ്ഠനായിരിക്കുന്ന പരമാത്മാവിൻ്റെ നാമമാണ് ഇവിടെയും നമ്മൾ അനുവർത്തിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും കിട്ടിയ അവസരം അത് വേണ്ടുന്നത് പോലെ പ്രയോജനപ്പെടുത്തുക. ശ്രദ്ധാവാൻ ലഭ്യതേ ജ്ഞാനം. ഇപ്പോൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ജ്ഞാനം ഉണ്ടാകും എന്നുള്ളത് ധാരാളം ആചാര്യന്മാർ വന്ന് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും അതിന് മുമ്പായിക്കൊണ്ട് 1-2 കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കുക. നാരായണീയത്തിൽ പറയുന്നത് നേത്രൈർ ശ്രോത്രൈർ ച ഫീത്വാ പരമരസാം സുഖാംബോധി പൂരേരമേരം
നേത്രങ്ങൾ കൊണ്ട് കണ്ട്, കാതുകൾ കൊണ്ട് കേട്ട്, ഇതിൻ്റെ പരമാനന്ദ രസത്തെ ഏതൊരു നാമമാണോ പറയാൻ പോകുന്നത്, ഏതൊരു നാമമാണോ ജപിക്കുവാൻ പോകുന്നത്, അത് ഏത് ദേവൻ്റെയാണോ അതല്ലെങ്കിൽ ഏത് ദേവതയാണോ എന്ന് മനസ്സിലാക്കി അത് കണ്ടും കേട്ടും ആനന്ദിച്ച് പരമാനന്ദ രസാം സുഖാംബോധിപൂരേരമേരം ആ പരമാനന്ദ രസത്തെ അനുഭവിച്ചറിയുവാൻ കുറച്ച് ജീവന്മാരിവിടെയുണ്ട്. നിങ്ങളൊക്കെയും അതിനു വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് ശ്രമിക്കുക. ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. നാമമായതുകൊണ്ട് നാമത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനകാത്തം നമാമി ഹരിംബരം. ഈ കലിയുഗത്തെങ്കിൽ നാമസങ്കീർത്തനം കൊണ്ട് മാത്രമേ മോക്ഷത്തെ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതെല്ലാവർക്കും സുപരിചിതമാണ്, അറിയാവുന്ന വിഷയവുമാണ്. എന്നിട്ട് കൂടി എന്ത് ചെയ്തു, നമ്മൾ ഇതിലേക്ക് വരുവാൻ ഒരു വിമുഖത കാട്ടണോ, അതാണ് ഇപ്പോഴത്തെ വിഷയം. നമുക്കറിയാം 41ാമത് തവണയായില്ലേ, നാമസങ്കീർത്തനം ജപിച്ചാൽ ഗുണമുണ്ടാകും. അതിന് മാത്രമേ ഇവിടെ ശാശ്വതമായ പരിഹാരമുള്ളൂ. പ്രത്യേകിച്ച് കലിയുഗമാണ്. ഭാഗവതം പറയണുണ്ട്, ഈ കലിയുഗത്തിങ്കൽ മാനുഷപരീക്ഷകൾ അല്പജ്ഞാനികളും അല്പബുദ്ധികളും ഭാഗ്യവാന്മാരുമായി മിക്കതുമുള്ളൂ. വളരെ കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുക. അതും എഴുത്തച്ഛൻ തന്നെ എന്താണ് കിളിപ്പാട്ട് രൂപത്തിൽ എഴുതിയത്. അപ്പം നമ്മൾ നമ്മളെപ്പറ്റി ഒന്ന് ചിന്തനം ചെയ്യുക. നമ്മളെപ്പറ്റി ചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഏകദേശം ഒരു 6000-7000 വർഷങ്ങൾക്ക് മുമ്പേ എഴുതി വച്ചിരിക്കുകയാണ് ഭാഗവതം. നാമസങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം അതിലെ ശ്ലോകമാണ്. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം, സർവ്വവിധമായ പാപങ്ങളും ഇല്ലാതെ ആകുവാൻ കാരണം ഹരിയുടെ നാമം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് തന്നെ ദശമസ്കന്ധത്തിലും പറയണുണ്ട്. ഈ കലിയുഗത്തിങ്കൽ മാനുഷപരീക്ഷകൾ അല്പജ്ഞാനികളും അല്പബുദ്ധികളുമായി എന്ന് പറയുന്നത് പോലെ തന്നെ ഒന്നും കൂടി അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ദശമസ്കന്ധത്തിൽ ഭഗവാന്റെ അവതാരത്തിന് മുമ്പായിട്ട് കിളിപ്പാട്ടിൽ ഒന്നുകൂടി പറയണുണ്ട്. ഈ കലിയുഗത്തിങ്കൽ മാനുഷജാതിക്കുള്ള ദുഷ്കൃത മഹാവ്യാധി പോക്കുവാൻ എളുതായ സിദ്ധ ഔഷധ മന്ത്രം അത് ഹരിനാമമാണ്. കാഷ്ണീയത്തിന് മീതെ മറ്റൊന്നുമില്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഭാഗവതത്തിലേക്ക്, ഹരിയുടെ നാമത്തിലേക്ക്, രാമനാമത്തിലേക്ക്, നാരായണ നാമത്തിലേക്ക് വരുവാനുള്ള മനസ്സ് ഇനിയും വൈകിപ്പോകരുത്. ഇപ്പം തന്നെ മൂർധന്യാവസ്ഥയിലാണ്, കലിയുടെ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുക. പിന്നീടും നമ്മൾ വിമുഖത കാട്ടുന്നു. ഒരു ദിവസം ഒരു മനുഷ്യനെ സംബന്ധിച്ച് 24 മണിക്കൂറാണ് കിട്ടുന്നത്. അത് തന്നെ നമ്മൾ പറയണത് എന്താ, സമയം പോരാ എന്നാണ് പറയണത്. 24 മണിക്കൂർ കിട്ടിയിട്ട് നമ്മൾ പറയണ സമയം തികയണില്ല എന്ന് പറയും. ഈ അടുത്ത സമയത്ത് BBC ന്യൂസിലൊക്കെ കാട്ടി, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടു. ഒരു പക്ഷേ ഈ ഭ്രമണപഥത്തിനൊരു മാറ്റമുണ്ടാകുമ്പോൾ 24 എന്നുള്ളത് 24.5 അതല്ലെങ്കിൽ 25 മണിക്കൂർ വരെ ആകാൻ സാധ്യതയുണ്ട്. എന്നാലോചിച്ച് നോക്കി. സമയമില്ല എന്ന് ഒരു പക്ഷേ നമ്മൾ പറഞ്ഞതുകൊണ്ടായിരിക്കും ഭഗവാനൊരു അരമണിക്കൂർ അതല്ലെങ്കിൽ 1 മണിക്കൂർ കൂട്ടിക്കിട്ടുന്നു. അപ്പോൾ കിട്ടുന്നതിനെ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുക. ഒരു സമയം പോലും, ഒരു നിമിഷം പോലും വെറുതെ കളയാനില്ല. പുണ്യസമയം വെറുതെ കളയാതെ പുണ്യകർമ്മങ്ങൾ ചെയ്ത് ഭഗവാങ്കിൽ തൻ്റെ മനസ്സർപ്പണം ചെയ്യുക. അത് നാമസങ്കീർത്തനത്തിലൂടെയാകാം, അർച്ചനയിലൂടെയാകാം, മറ്റെന്തെങ്കിലും ആകാം. അത് നമ്മളുടെ ഇഷ്ടം. പക്ഷേ ഭഗവാനിലേക്ക് മനസ്സെത്തുക എന്നുള്ളതാണ്. കാരണം മനുഷ്യനായിട്ട് ഈ ഭാരതഭൂമിയിൽ പിറന്നു കഴിഞ്ഞില്ല. ഇപ്പോൾ പറഞ്ഞതാണ് ഇവിടെ, ഭാരതേ മർത്യനാവാൻ പുണ്യപാപങ്ങൾ നേരായി വരികിലേ സംഗതിയും വരൂ. ഭാരതഭൂമിയിൽ മർത്യനായിട്ട് പിറന്നു. അപ്പോൾ അങ്ങനെയൊരു ജീവിതം, ഒരു ജന്മം ഇവിടെ കിട്ടിയപ്പോൾ അത് വേണ്ടുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അതല്ലെങ്കിൽ അതിൻ്റെ വിപത്ത് അനുഭവിക്കണം. ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നാമങ്ങൾ ഇങ്ങനെ കീർത്തിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ 24 മണിക്കൂർ കിട്ടിയിട്ട് നമുക്ക് തികയണില്ല. അപ്പോൾ 25 24 ആയിക്കോട്ടെ, അത് പിന്നത്തെ വിഷയം. അപ്പോൾ 24 മണിക്കൂറിനെ നമ്മളൊന്ന് വിഭാഗം ചെയ്തുകൊണ്ട് നമ്മളൊന്ന് അതിനെ ഒന്ന് ഛേദിച്ചുകൊണ്ട് നമുക്കെന്താണ് നാമസങ്കീർത്തനത്തിലേക്ക് തിരികെ വരാം. 24 മണിക്കൂർ. അപ്പോൾ കുട്ടികളുടെ കാര്യമാണ്. കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ജ്ഞാനയജ്ഞങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. അപ്പോൾ ആയതുകൊണ്ട് അവരുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ചുള്ള സമയക്രമമാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. 24 മണിക്കൂറിനെ
8 മണിക്കൂർ കുട്ടികൾ പഠിക്കുവാൻ വേണ്ടി വിദ്യ അഭ്യസിക്കുവാനായിട്ട് മാറ്റിവെച്ചു. 3-8-24 എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ 8 മണിക്കൂർ അങ്ങ് മാറി. ആ 8 മണിക്കൂർ മാറിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നീട് വീണ്ടും 16 മണിക്കൂർ നമുക്ക് ബാക്കി നിൽപ്പുണ്ട്. സമയമില്ല എന്ന് പറയുന്ന നമ്മളോടാണ് ഇപ്പോൾ നാമം ജപിക്കുവാൻ വേണ്ടിയിട്ടായി പറയണേ. 24-ൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ 16. അപ്പോൾ വീണ്ടും 16 മണിക്കൂർ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് ഒരു ദിവസം. മനുഷ്യനായിട്ടുള്ള നമുക്ക് വേണ്ടിയിട്ടാണ്. ആ 16 മണിക്കൂറിൽ വീണ്ടും ഒരു 8 മണിക്കൂർ നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. ഇന്നലെ നന്നായിട്ട് ഉറങ്ങുവാൻ സാധിച്ചു എന്ന് പറയുന്ന പലരും ഉണ്ട്. കാരണം ഒന്നും അറിഞ്ഞില്ല, യാതൊന്നുമേ അറിഞ്ഞില്ല, അവിടെ മറ്റൊന്നുമേ ചിന്തയില്ല, സുഖമായിട്ട് നമ്മൾ ഉറങ്ങി. അങ്ങനെ ഒരു 8 മണിക്കൂർ, 6 മണിക്കൂർ ഉറങ്ങാവുള്ളൂ, പോട്ടെ 8 മണിക്കൂർ ഉറങ്ങിക്കോളൂ നിങ്ങൾ. വീണ്ടും എത്ര മണിക്കൂറുണ്ട്? 8 മണിക്കൂർ ഇല്ലേ? 24-ൽ നിന്ന് 8 പോയി 16ആയി. 16-ൽ നിന്ന് വീണ്ടും 8 പോയി. എന്താണ്? അപ്പം വിദ്യ അഭ്യസിച്ചു കുഞ്ഞുങ്ങൾ. 8 മണിക്കൂർ കുട്ടികൾ പഠിക്കുകയും ചെയ്തു, അതുപോലെ തന്നെ ഉറങ്ങുകയും ചെയ്തു. ഇനി വീണ്ടും 8 മണിക്കൂറുണ്ട്. ആ 8 മണിക്കൂറിൽ ഒരു 2 മണിക്കൂർ നിങ്ങൾ സിനിമയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താണ് ഫോണോ അതല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് യൂസ് ചെയ്യുന്ന നല്ല ആചാര്യം കൊള്ളാം. നമ്മളുടെ ഇഷ്ടമനുസരിച്ച് 2 മണിക്കൂർ നിങ്ങൾ സമയം ചെലവഴിച്ചു. പിന്നെ പോയിട്ട് 6 മണിക്കൂർ. ആ 6 മണിക്കൂറിൽ 2 മണിക്കൂർ വീണ്ടും കുഞ്ഞുങ്ങളായതുകൊണ്ട് കളിക്കുവാനോ പാട്ട് പാടുവാനോ ഒക്കെ അവരുടെ ഇഷ്ടമനുസരിച്ച് കയ്യോ വിനോദമനുസരിച്ച് പൊയ്ക്കോട്ടെ. പിന്നെ പോയിട്ട് 4 മണിക്കൂർ. ആ 4 മണിക്കൂറിൽ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? പഠിച്ചു, ഉറങ്ങി, അതുപോലെ തന്നെ അവരുടെ വിനോദങ്ങളിൽ ഏർപ്പെട്ടു, സിനിമ അതല്ല മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നീട് വീണ്ടും 4 മണിക്കൂർ അവശേഷിക്കണമുണ്ട്. ആ 4 മണിക്കൂറിൽ ആരോടെങ്കിലും സംസാരിച്ചു. 2 മണിക്കൂർ പോയി. 4 മണിക്കൂറിൽ 2 മണിക്കൂർ പോയി. പിന്നെയും 2 മണിക്കൂർ അവശേഷിക്കുക. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ മാക്സിമം ചെയ്യുക, എൻജോയ് ചെയ്യുക. ആ 2 മണിക്കൂറിൽ 1 മണിക്കൂറൂടെ നിങ്ങൾ മാക്സിമം എൻജോയ് പോട്ടെ. 1 മണിക്കൂർ 50 മിനിറ്റ് വരെ മാക്സിമം എൻജോയ് ചെയ്യുക. പറ്റുന്നത്ര എൻജോയ് ചെയ്തു. ഒരു 10 മിനിറ്റ് പിന്നെ അവശേഷിക്കുക. എന്നിട്ട് നമ്മൾ പറയണത് എന്താ? സമയമില്ല. എന്തുകൊണ്ട് സമയമില്ല എന്ന് ചിന്തിച്ചു. സമയമില്ലാതായത് എന്തുകൊണ്ടാണ്? നമ്മൾ മൂഢന്മാരും അലസന്മാരും ആയതുകൊണ്ടാണ് സമയമില്ല എന്ന് പറഞ്ഞത്. ഒരു ദിവസം ഒരു നേരം, അത് പുരുഷനായാലും ശരി സ്ത്രീ ആയാലും ശരി, ഭാരതീയ മർത്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് ലളിതാ സഹസ്രനാമം മനസ്സിരുത്തി ജപിക്കുക. പറ്റണില്ല. ലളിതാ സഹസ്രനാമം ജപിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല, പോട്ടെ. 30 മിനിറ്റ് സമാധാനമായിട്ട് ഈ മനസ്സിനെ ഏകോപിപ്പിക്കുവാൻ പറ്റണില്ല. ശ്രീ ഐശ്വര്യസൂചകമായ അക്ഷരം മാതാ ആത്മാസ്വരൂപം. ആ പ്ലസ് ത് പ്ലസ് മാ ആത്മാ, അത് തിരിച്ചിട്ടാൽ മാ പ്ലസ് ത് പ്ലസ് ആ മാതാ. അപ്പോൾ ആത്മാസ്വരൂപമായിരിക്കുന്ന അമ്മയെ, അതായത് മാതാവിനെയാണ് അറിയാൻ പോകുന്നത്. ആ അമ്മയുടെ നാമം ശ്രീമാതാന്ന് ജപിച്ച് തുടങ്ങിയാൽ ശിവസ്വാധീനവല്ലഭ, ശിവനിലേക്ക് സ്വാധീനം ചെലുത്തിയിരിക്കണു. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അമ്മ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ? കേവലമായിരിക്കുന്ന ജീവനായിരുന്ന ഈ ശരീരത്തിലെ അതിൻ്റെ പൂർണ്ണമായ ശക്തിയെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താ? കുറച്ച് മുമ്പ് ഇവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞു, പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം. ഈ 6 പടിയും കടന്ന് 6 എന്താണ് ചക്രങ്ങളെ ഭേദിച്ച് അവിടെ ചെല്ലുമ്പോൾ ശിവൻ മംഗളകരമായ അവസ്ഥയെ പ്രാപിക്കുവാൻ സാധിക്കുന്നു ഈ ശരീരം കൊണ്ട്. അതല്ലെങ്കിൽ എന്താ? ഈ ശക്തി ഇല്ലെങ്കിൽ ഈ ശരീരം കേവലം ജഡം മാത്രമാണ്. അപ്പോൾ ഈ ജഡമായിരിക്കുന്ന ശരീരത്തിനെ ശക്തി വിശേഷത്തെ, മൂലാധാരത്തിലിരിക്കുന്ന ശക്തിയെ ഓരോ ആധാരങ്ങളായിട്ട് പടിപടിയായിട്ട് ഉണർത്തി എവിടെ കൊണ്ടുവരുന്നു? സഹസ്രാരത്തിലേക്ക് എത്തിക്കണം. ആ 6 ആധാരങ്ങൾ ഭേദിക്കുക, അവിടെ ബ്രഹ്മത്തെ പ്രാപിക്കുക, അവിടെ ബ്രഹ്മത്തെ അറിയല, അതിലേക്ക് രമിച്ച് ചേരുക, അതിനുള്ള അവസരമാണ്. അപ്പോൾ എന്താ? ആ നാമം ജപിച്ച് വരുവാൻ ലളിതാ സഹസ്രനാമം അമ്മയുടെ നാമമാണ് ശ്രീ മാതാ. ജപിച്ചു വന്നു,
ജപിച്ച് വന്ന് ശിവനിലേക്ക് സ്വാധീനം ചെലുത്തുന്നു. സദാശിവ കുടുംബിന്യേ നമ എന്ന് പറയണു. അങ്ങനെ ജപിച്ച് സമർപ്പിക്കുമ്പോൾ ശ്രീ ശിവ ശിവശൈത്യ ഐക്യരൂപിണ്യേ നമ. ശ്രീ ഐശ്വര്യസൂചകമായ അക്ഷരം, ശിവ മംഗളകരമായ അവസ്ഥ, ശിവശക്തി ഐക്യരൂപിണി. ഈ ഐക്യത, ഒരു കുടുംബത്തിൽ ഐക്യത രൂപാന്തരപ്പെടുന്നു. അപ്പോൾ ലളിതാ സഹസ്രനാമം 30 മിനിറ്റ് സമയം മാറ്റി വെക്കുവാൻ നമ്മൾക്ക് സാധിച്ചാൽ, ഒരു മനുഷ്യനെ ഒരു 30 മിനിറ്റ് ലളിതാ സഹസ്രനാമം ജപിക്കുവാൻ മാറ്റിവെച്ചാൽ എന്ത് കിട്ടും? കുടുംബത്തിൽ എന്തുണ്ടാകും? ഐക്യത ഉണ്ടാകും. അപ്പോൾ പ്രത്യേകിച്ച് ഐകമത്യ സുക്രം കഴിക്കേണ്ട ആവശ്യമില്ല. 45 രൂപയുടെ രസീത് വീണ്ടും എടുക്കേണ്ട കാര്യമില്ല. പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സ് അരമണിക്കൂറേ സമയം നമ്മൾ മെനക്കെടുത്തുള്ളൂ, അല്ല മെനക്കെട്ടുള്ളൂ, പോട്ടെ. അത് കഴിഞ്ഞിട്ടോ അപ്പോൾ 30 മിനിറ്റ് ഞങ്ങൾക്ക് പറ്റില്ല എന്ന ചിന്തയുള്ളവരെന്ത് ചെയ്യുക? ഒരു 25 മിനിറ്റിലേക്ക് കുറയ്ക്കുക. സ്പീഡിൽ ഒരു നാമവും ജപിക്കില്ല. വളരെ ശ്വാസം, ഓരോ ശ്വാസവും വിട്ട്, ശ്വാസോച്ഛ്വാസങ്ങൾ വിട്ട് വേണം നാമം ജപിക്കുവാൻ. ധൃതി കാട്ടി ഒരു നാമവും ജപിക്കരുത്. ലളിത സഹസ്രനാമം 30 മിനിറ്റ്, ഏറെക്കുറെയെങ്കിലും 28 മിനിറ്റ് പറയണം, പോട്ടെ, 30 മിനിറ്റ് കൊണ്ട്. അപ്പോൾ 25 മിനിറ്റ് ലളിത സഹസ്രനാമം ജപിക്കാൻ പറ്റിയില്ല, പോട്ടെ, ഒരു 25 മിനിറ്റ് കൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കാം. മനസ്സിലാകണുണ്ടോ പറയണേ? 25 മിനിറ്റ് മതി വിഷ്ണു സഹസ്രം, 5 മിനിറ്റ് കൂടി കുറഞ്ഞു. അപ്പോൾ ആ 25 മിനിറ്റ് കൊണ്ട് വിഷ്ണു സഹസ്രനാമം നമ്മൾ ജപിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ജപിക്കണേ വിഷ്ണു സഹസ്രനാമം? ഇവിടെ നോട്ടീസിലുണ്ട്, എന്നും രാവിലെ 7 മണിക്ക് വിഷ്ണു സഹസ്രനാമ ജപമുണ്ട്, ഇല്ലേ? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കണേ? ഇവിടെ ജപിക്കുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ? വിഷ്ണു ആചാര്യന്മാരൊക്കെ ഉണ്ട്. അവരവരോടല്ല ചോദിച്ചത്, പരമാചാര്യന്മാരൊക്കെ ഇവിടെയുണ്ട്. ശ്രോതാക്കളോടാണ് ചോദിച്ചിട്ടുള്ളത്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന എത്ര പേരുണ്ട്? ഉണ്ട്, കുറച്ച് പേരുണ്ട്. വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ എന്താണ് ഗുണം? നാമത്തിൻ്റെ ഘടന പറഞ്ഞ് ഇച്ചിരി സമയം അധികം കിട്ടി, അതുകൊണ്ടാണ് അതിലേക്ക് കയറി വന്നത്. വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ ആർത്താ വിഷണ്ണ ചിതിലാഞ്ചഭീത ഘോരേഷു ച വ്യാദേഷു വർത്തമാന സങ്കീർത്തനാരായണ ശബ്ദമാത്രം വിമുക്ത ദുഃഖ സുഖിനോ ഭവന്തു. സമസ്തമായിരിക്കുന്ന ദുഃഖങ്ങളും അകലും. അപ്പം വിഷ്ണുവിൻ്റെ നാമം ജപിച്ചാൽ എന്തുണ്ടാകും? സമസ്തമായിരിക്കുന്ന ദുഃഖങ്ങളും മാറും. സുഖവും ദുഃഖവും അനുഭവകാലമാണ്, അതും നമുക്കറിയാം. പോയാൽ സമമിക നാരായണ ജയം. അപ്പോൾ എന്തായാലും വേണ്ടില്ല, കിട്ടിയ സമയം 25 മിനിറ്റ്. ആ 25 മിനിറ്റ് കൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം. എന്തിനു വേണ്ടിയിട്ട്? ആ വിശ്വരൂപത്തെ കണ്ടുകൊണ്ട് വിഷ്ണുപിതാമഹൻ ജപിച്ചത്. ഓം വിശ്വം വിഷ്ണുർ വഷട്കാരോ. ഈ വിശ്വം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സ്വരൂപമായിരിക്കണ ഭഗവാനെ, സർവ്വപാപത്തെയും ഇല്ലാതെയാക്കുന്ന ഭഗവാനെ, നിൻ്റെ നാമം ഇതാ ഞങ്ങൾ ജപിച്ചുകൊണ്ട് സദാപി നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? ഈ പാപങ്ങൾ ഇല്ലാതെയാകുവാൻ, ചെയ്തിരിക്കുന്ന മുൻജന്മത്തിൽ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറുവാൻ, അതൊക്കെ മാറി സർവ്വവിധമായ പാപങ്ങളും മാറി മുക്തിയെ പ്രാപിച്ച് വരാൻ നിൻ്റെ നാമം ഇതാ ഞങ്ങൾ സദാപി ജപിക്കണം. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ അവിടെ സന്തോഷമുണ്ടാകും, ഇവിടെ ദുഃഖം മാറും എന്ന് മനസ്സിലായി. അപ്പോൾ 25 മിനിറ്റ് മതി. അപ്പോൾ 30 മിനിറ്റ് ജപിക്കാൻ സമയമില്ല, 25 മിനിറ്റ് വിഷ്ണു സഹസ്രനാമം ജപിക്കുവാനും സമയമില്ല. അങ്ങനെയുള്ള ഒരാളെന്ത് ചെയ്യണം? അതിലും കുറഞ്ഞതായിട്ടുള്ള നാമമുണ്ടോ നോക്കണം. അതിൽ ഇത്തിരിയുടെ കുറഞ്ഞ നാമമാണ് നമ്മളുടെ കാഴ്ചപ്പാടിൽ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാന്റെ നാമമാണ്, ഇല്ലേ? കലിസംഗ്രഹണ ഉപനിഷത്തിലെ മന്ത്രമാണ്, കുറച്ച് മുമ്പ് ഇവിടെ പറഞ്ഞു. അപ്പോൾ ആ നാമം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇപ്പോൾ 1 മിനിറ്റ് തികച്ച് വേണ്ട, ഒരു 10 പ്രാവശ്യം നമ്മൾ സമാധാനമായിട്ട് ഇത്തിരി കൂടെ സാവകാശത്തിൽ ഈ നാമം ജപിക്കുവാണെങ്കിൽ 10 മിനിറ്റ് മതി. 10 മിനിറ്റ് നമുക്ക് മതിയാകും ഈ നാമം ജപിക്കുവാൻ. അപ്പോൾ ആ 10 മിനിറ്റ് കൊണ്ട് നാമം ജപിക്കുവാൻ സാധിക്കുമെങ്കിൽ അതും ശ്രേഷ്ഠതയാണ് എന്നിവിടെ വീണ്ടും പറയണം. അപ്പോൾ അതിന് താല്പര്യമുള്ളവരെന്ത് ചെയ്യണം? 10 മിനിറ്റ് കൊണ്ട് ഈ നാമം നമ്മൾ ജപിച്ചേ മതിയാകൂ. അപ്പോൾ എന്താ? സർവ്വവിധമായ പാപങ്ങളും
ഇല്ലാതെയാകും, കലിയും അടങ്ങും. ഇപ്പോൾ 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. 24 മണിക്കൂറിൽ 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. അരമണിക്കൂർ സാധിച്ചില്ല, 25 മിനിറ്റ് കൊണ്ടുള്ള നാമമുണ്ട്, അതും സാധിച്ചില്ല. 10 മിനിറ്റ് കൊണ്ട് ഏതാണ് ഇപ്പോൾ പറഞ്ഞ നാമം? കലിസംഗ്രഹണ ഉപനിഷത്തിലെ ഹരിനാമം. അതും ജപിക്കാൻ സമയമില്ല. അജാമിളൻ കണ്ടിന്ന് കുറച്ച് മുമ്പ് കഥ പറഞ്ഞില്ലേ? അജാമിളൻ നാരായണ എന്ന് വിളിച്ചു. നാരായണ എന്നൊരു 10 പ്രാവശ്യം മനസ്സറിഞ്ഞ് സമാധാനമായി ജപിക്കുവാൻ ഒരു 3-4 മിനിറ്റിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. നാരായണ എന്ന നാമം ജപിച്ചാൽ പാപം കെടും, പശി കെടും, പാപമില്ലാതെയാകും, വിശപ്പില്ലാതെയാകും, സർവ്വ ഗുണങ്ങളും അവിടെ നേടുകയും ചെയ്യും. കാരണം എന്താ? സർവ്വത്തിലും നിറഞ്ഞു നിൽക്കുന്ന സ്വരൂപമായി വിഷ്ണുർനുദൈതി വിഷ്ണു. നാരങ്ങൾ അയനങ്ങളായതുകൊണ്ട് പേര് നാരായണൻ. സർവ്വത്തിലും നിറഞ്ഞു നിൽക്കുന്ന സ്വരൂപമായിരിക്കുന്ന ഭഗവാന്റെ നാമമാണ് നമ്മൾ ജപിക്കുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ നാമം ജപിച്ചാൽ അവിടെ എന്താണ്? പാപമില്ലാതെയാകും, വിശപ്പില്ലാതെയാകും, പിന്നെയോ സർവ്വതും എന്താണ്? അവിടെ സംരക്ഷണവും ഉണ്ടാകും. അപ്പോൾ ഒരു 4 മിനിറ്റ് മാറ്റി വെക്കാൻ പറ്റില്ല. ഇനി 4 മിനിറ്റ് കൂടി മാറ്റി വെക്കാത്തവൻ എന്ത് ചെയ്യുക? അതിനും എനിക്ക് സാധ്യമല്ല, സമയമില്ല. വീണ്ടും നമ്മൾ പറയുക 4 മിനിറ്റിൻ്റെ നാമം മതിയേ. എന്നിട്ട് നമ്മൾ പറഞ്ഞു സമയമില്ല. അങ്ങനെയുള്ളവരെന്ത് ചെയ്യണം? ഇതേണ്ട ഈ വിഷ്ണു സഹസ്രനാമത്തിലെ ഒരു ഒറ്റ ശ്ലോകം ഒന്ന് ജപിച്ചാൽ മതി. അതിലൊന്ന് പറയണുണ്ട്, അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇനി അതില്ലയോ ഉണ്ടോ എന്ന് നമുക്കൊരു സംശയം വേണ്ട. പറയട്ടെ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. എന്ത് മനസ്സിലായി? സഹസ്രനാമ തത്തുല്യം. സഹസ്രനാമം ജപിച്ചാൽ എന്താണ് ഗുണം? നമ്മൾ മുമ്പേ പറഞ്ഞു ദുഃഖം മാറുമെന്ന് പറഞ്ഞു. പിന്നെയോ സ്കാന്ദപുരാണത്തിൻ്റെ മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, ഇതം സഹസ്രനാമം കോടിയജ്ഞ ഫലപ്രദം. കോടിയജ്ഞം ചെയ്യുന്നതിന് തുല്യമാണ് ഒരു തവണ സഹസ്രനാമം ജപിക്കുന്നത്. 1 കോടി യജ്ഞം ഒരു ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു മനുഷ്യായുസ്സിൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പറ്റുമോ? നമുക്ക് പറ്റില്ല. പോട്ടെ, ഒരു 40 എണ്ണം നമുക്ക് പറ്റുമോ? പറ്റും ഇല്ലേ? പറ്റുന്നത്രേ മതിയെന്നേ. ധാരാളം യജ്ഞങ്ങൾ നടത്തിയിട്ടുള്ള സുഹൃത്തുക്കളുടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, കിട്ടുന്ന അവസരം അത് വേണ്ടുന്ന തരത്തിൽ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ അവിടെ രാമാന്നൊന്ന് ജപിക്കുന്നത് സഹസ്രനാമം ജപിക്കുന്നതിന് തുല്യമാണ്. ഹനുമാൻ സ്വാമിയുടെ കഥയും പറഞ്ഞു കുറച്ച് മുമ്പ് ഇവിടെ. ഹനുമാൻ സ്വാമി എന്താ? രാമനാമം മാത്രം ശീലിച്ചിട്ടുള്ളതാണ്. ഉത്തമനായ ഭക്തനാണ്. എൻ്റെ രാമൻ എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ വേണ്ടതാ ഹൃദയം പിളർന്ന് കാണിച്ചു കൊടുത്തു. അവിടെയാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും എന്തു ചെയ്യണം? അങ്ങനെ ഒരു ഭക്തനായി മാറുവാൻ ഒരുപാടൊന്നും വലിച്ചു നീട്ടി ഒരു നാമവും ജപിക്കണ്ട, സമയം കളയണ്ട. ഒരു നേരമേ ജപിച്ചുള്ളൂ എങ്കിലും അതിൻ്റെ ഗുണം നമ്മൾ കാട്ടണം. രാമാ എന്നൊന്ന് മനസ്സറിഞ്ഞ് വിളിച്ചാൽ അവിടെയും എന്താണ്? ഈ കണ്ട ഗുണങ്ങളൊക്കെയും സഹസ്രനാമ തത്തുല്യം. 1 കോടി യജ്ഞം ചെയ്യുന്നതിന് തുല്യമാണ്. ഇതം സഹസ്രനാമം കോടി യജ്ഞ ഫലപ്രദം. 1 കോടി തവണ യജ്ഞം ചെയ്യുന്നതിന് തുല്യമാണ് രാമാന്നൊന്ന് മനസ്സറിഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ അതിനു കൂടി സാധിച്ചില്ലെങ്കിൽ ഈ ഭൂമിയിൽ നീ പിറക്കുകയേ ചെയ്യരുത്. അവൻ പാപിയാണ്. രാമാന്ന് മനസ്സറിഞ്ഞ് ജപിക്കാൻ പറ്റാത്തവൻ ഈ ഭൂമിക്ക് അവരാണ് അസുരൻ, ആസുരിക ബുദ്ധികളുള്ളവർ. അതുകൊണ്ട് നാമത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ നാമവും ജപിക്കേണ്ട പ്രാധാന്യം പറഞ്ഞ് 30 മിനിറ്റ് ലളിതാ സഹസ്രനാമം, 25 മിനിറ്റ് വിഷ്ണു സഹസ്രനാമം, 10 മിനിറ്റ് ഒരു ഹരേ രാമ ജപിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അതുമല്ലെങ്കിൽ 4 മിനിറ്റ് കൊണ്ട് നാരായണനാമം ജപിക്കുക. അതും പറ്റാത്തവൻ ഒരു 2-3 അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് രാമ എന്ന് വിളിക്കുക. ഇതിലൊന്നും പറ്റാത്തവൻ പാപിയാണ് എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ഏതെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഒരു താളാത്മകമായ കൃതി, ഒരു പ്രകരണ സമാനമായ കൃതിയാണ് ഹരിനാമകീർത്തനം. മനസ്സിരുത്തി അക്ഷരമാല ക്രമത്തിലാണ് അവിടെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഒക്കെ നമുക്കറിയാവുന്നത്. കാരണം 41ാമത് സത്രമല്ലേ നടക്കുന്നത്. പലരും ഇവിടെ പ്രഭാഷണം നടത്തിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ സർവത്തിലും ആ
പ്രപഞ്ചത്തിൽ ആദ്യമുണ്ടായിരിക്കുന്നതായിട്ടുള്ള ഓംകാരമായ ശബ്ദം, ആ ആദ്യക്ഷരത്തിൽ നിന്ന് തുടങ്ങുക. അവിടെ അപ്പോൾ ആദിയിൽ വചനമുണ്ടായി എന്ന് ബൈബിളിൽ അവകാശപ്പെടാറുണ്ട്. ആ ശബ്ദത്തെ തന്നെയാണ് ഇവിടെയും പറയണത്. ഓരോരുത്തരുടെ മതസ്ഥരുടെ വിശ്വാസ പ്രമാണങ്ങളെ നമ്മൾ ചൂഷണം ചെയ്യരുത്. അവരുടെ വിശ്വാസം അനുസരിച്ച് അവരെന്ത് ചെയ്യുക, അതിനെ പരിപോഷിച്ചോട്ടെ. അത് നമ്മൾ നോക്കേണ്ട. നമ്മൾ നമ്മളുടെ കർത്തവ്യബോധത്തിലേക്ക് വരണം. ഹിന്ദുവായി ജനിച്ചു, ഹിന്ദുവായി തന്നെ മരിക്കുക. അപ്പോൾ ജനനത്തിനും മരണത്തിനും ഇടയിൽ കിട്ടുന്ന സമയം, കീർത്തനത്തിൽ പറയുന്നുണ്ട്, കരളിൽ വിവേകം കൂടാതെ കണ്ട അരനിമിഷം പത കളയരുതാരും. അരനിമിഷം പോലും കളയുവാനില്ല. കാരണം എന്താ? ഉള്ളതൊക്കെ ഈശ്വരീയമായ നാമം ജപിക്കുവാനാണ്. മരണം വരുമിനി എന്നു നനച്ച് ഇക മരുഭുവ സതതം നാരായണ ജയ. അതുകൊണ്ട് ശേഷിച്ച ജീവിതം, അതായത് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള കിട്ടിയ സമയം, അത് അരനിമിഷമേ ഉള്ളൂ എങ്കിലും ആ അരനിമിഷം പോലും എന്താണ്? ഭഗവാന്റെ നാമം ജപിക്കുവാൻ നാരായണ നാരായണ, അല്ലെങ്കിൽ രാമരാമ, അതല്ലെങ്കിൽ നാരായണ ജയ നാരായണ, ഏതെങ്കിലും ഒരു നാമം ജപിക്കുവാൻ മനസ്സുണ്ടാകണം. അങ്ങനെയുള്ള ഉത്തമമായിട്ടുള്ള ഒരു പ്രകരണമാണ് ഹരിനാമ കീർത്തനം. അപ്പോൾ അതിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന മഹാനുഭാവൻ വേദത്തിൻ്റെ സാരം വെളിച്ചത്ത് കാട്ടുവാനായിക്കൊണ്ട് വേദവ്യാസ മഹർഷി എഴുതിയിട്ടുള്ള ഭാഗവതം, അതിനെ നമ്മൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ കിളിപ്പാട്ട് രൂപത്തിൽ എഴുതി. അതിനുശേഷം എന്ത് ചെയ്തു? അത് സമർപ്പിക്കുമ്പോൾ തന്നെ ഭാഗവത ശ്രവണബലം കൊണ്ടുവന്ന് സമർപ്പിച്ചു. ആ ഭാഗവത ശ്രവണബലത്തിൽ പറഞ്ഞു 1 2 ആത്മാവായാൽ 1 2 തോന്നിച്ചു. അപ്പോൾ 1 എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ മനസ്സ് എത്തണം എന്നുള്ള ഒരേ ഒരു ചിന്തനമാണ് ഭാഗവതം സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മലയാളത്തിൽ തന്നെ ഇവിടെ ഹരിനാമ കീർത്തനം എഴുതുവാൻ കാരണമായിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഒക്കെ ഒന്നേ ഉള്ളൂ, അത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിൻ്റെ ബ്രഹ്മ ഐക്യത്തെയാണ് ഓരോ നാമത്തിലൂടെ ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയുള്ള ഉത്തമമായിരിക്കുന്ന നാമമാണ് ഹരി നാമകീർത്തനം. ഹരി നാമകീർത്തനം എന്ന് പറഞ്ഞാൽ ഹരിയുടെ നാമമാണ്. ഹരി എന്ന് പറഞ്ഞാൽ സർവ്വവിധമായ പാപത്തെയും ഇല്ലാതെയാക്കുന്നത്. അപ്പോൾ ഹരിനാമ കീർത്തനം ജപിച്ചാൽ സർവ്വവിധമായ പാപങ്ങളും ഇല്ലാതെയാകും. അങ്ങനെയുള്ള പ്രകരണ സമാനമായ ഗ്രന്ഥമാണ് ഇവിടെ ഹരിനാമ കീർത്തനം എന്ന് പറയണം. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു, വേദത്തിൻ്റെ പൊരുൾ വെളിച്ചത്ത് കാട്ടുവാനാണ് ഇവിടെ ഭാഗവതം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒക്കെ എന്താണ്? വേദാന്ത സാരമാണ്. അപ്പോൾ നമുക്കറിയാം 4 തരത്തിലുള്ള വേദങ്ങളുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവം, അങ്ങനെ 4 തരത്തിലുള്ള വേദമുണ്ട്. ഈ വേദത്തിൻ്റെ എന്താണ് ശ്രേഷ്ഠത, അത് നമ്മൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാനായിക്കൊണ്ട്, അതിൻ്റെ താത്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഇവിടെ വളരെ കൃത്യമായിട്ട് എന്താണ് പറയണുണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം അതിലേക്ക്. ഒന്നാമതായിട്ട് 2 വാക്യങ്ങൾ, പ്രധാനമായിട്ട് 2 വാക്യങ്ങളാണ്. ഒന്ന് അവാന്തര വാക്യവും ഒന്ന് മഹാവാക്യവും. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം, എന്താണ്? ആത്മബ്രഹ്മ ഐക്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് രണ്ടില്ലാതെ ഒന്നായ തത്വത്തെപ്പറ്റി പറയുകയാണ് ഇവിടെ. അതിൽ ഋഗ്വേദത്തിൽ പറയുന്നു. അതിൻ്റെ താത്പര്യ വിഷയമാണ് ഇവിടെ പറയുന്നത്. അത് ആ താത്പര്യ വിഷയത്തെപ്പറ്റി പഠനം ചെയ്യണമെങ്കിൽ ഐതരേയ ഉപനിഷത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പോൾ ഋഗ്വേദത്തിൻ്റെ താല്പര്യം അറിയണമെങ്കിൽ ഐതരേയ ഉപനിഷത്ത് നമ്മൾ പഠിക്കണം. അപ്പോൾ ഐതരേയ ഉപനിഷത്തിലേക്ക് നമ്മുടെ മനസ്സിന് ഊന്നൽ കൊടുക്കുമ്പോൾ അവിടെ പറയുകയാണ്, എന്താണ്? പ്രജ്ഞാനം ബ്രഹ്മ, അറിവാണ് ബ്രഹ്മം. എന്താണ്? പ്രജ്ഞാനം ബ്രഹ്മ, അറിവാണ് ബ്രഹ്മം. അപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ സദാപി എന്താണ്? ഞാൻ 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 എന്നുള്ളൊരു ഭാവം സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ ഈ ഞാനെന്ന വിഷയത്തെ പറ്റിയുള്ള പഠനമാണ് ശരിക്കും. അത് നമുക്ക് പഠിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. സത്യത്തിൽ അതിൻ്റെ ഒരു ഭാവം, ഞാനെന്ന ഭാവം ഉണ്ടാകണം. അത് രജോ ഗുണം വേണം. കാരണം സൃഷ്ടിയുടെ സമയത്ത് തന്നെ അതിൽ രജോ ഗുണത്തെ ആശ്രയിച്ച് തന്നെയാണ് സൃഷ്ടി നടപ്പിലാക്കിയത് എന്നും കൂടി ഇവിടെ പറയണം.
അപ്പോൾ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. രണ്ടാമതായിട്ട് എന്താണ് ഇവിടെ പ്രജ്ഞാനം ബ്രഹ്മ, അറിവാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു. അത് പ്രകർഷേണയുള്ള ജ്ഞാനമാണ്. അതുപോലെ ഋഗ്വേദത്തിലേക്ക് വരുമ്പോൾ അവിടെ ബൃഹദാരണ്യകം എന്നുള്ള ഉപനിഷത്തിലേക്കാണ് മനസ്സ് കേന്ദ്രീകരിക്കേണ്ടത്. അപ്പം ബൃഹദാരണ്യക ഉപനിഷത്തിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ പറയുന്നു അഹം ബ്രഹ്മാസി എന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്താണ് സാമവേദത്തിലേക്ക് വരുമ്പോൾ അതിനെ താല്പര്യം അറിയുവാൻ ചാന്തോക്യ ഉപനിഷത്തിലേക്ക് പോകണം. അവിടെ പറയുന്നു തത്വമസി. മനസ്സിലാകണുണ്ടോ? പിന്നെയോ അടുത്ത അഥർവവേദത്തിലേക്ക് പോകുമ്പോൾ മാണ്ഡൂക്യ ഉപനിഷത്താണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നു, അതിൻ്റെ വിചാരമാണ് അവിടെ പറയുന്നു അയം ആത്മാ ബ്രഹ്മ. ഒക്കെ എന്താണ് എല്ലാ വേദങ്ങളിലും ഇവിടെ പറയുന്നു എന്താണ് സർവവും ഒന്നായി കാണുക, ഒന്നായിരിക്കുന്ന സത്യത്തെ, ആ പരമാത്മാവിനെ തിരിച്ചറിയുക. ആ പരമാത്മാവിനെ തിരിച്ചറിയുവാനുള്ള എന്താണ് പൂർണ്ണമായിരിക്കുന്ന ഉത്തമമായിരിക്കുന്ന മലയാളത്തിൽ നേരത്തെ പറഞ്ഞു, മലയാളത്തിൽ എഴുതിയതായിട്ടുള്ള ഒരു കാവ്യരചനയാണ് എന്താ ഹരി നാമകീർത്തനം. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഇവിടെ ആദ്യം തന്നെ പറയണു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഈ ജഗത്തിന് മുഴുവനും ആധാരസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ നാമമാണ് ജപിക്കാൻ പോകുന്നത്. മുമ്പേ പറഞ്ഞു, കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ഓം വിശ്വം വിഷ്ണൂർ വഷട്കാരം, വിഷ്ണു സഹസ്രനാമം. ഈ വിശ്വം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സ്വരൂപൻ, അതാണ് ജഗത്തിൻ്റെ ആധാരസ്വരൂപം. ഈ ജഗത്തിൻ്റെ മുഴുവനും ആധാരസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ, അതിനെ കാത്ത് സംരക്ഷിച്ച് നിർത്തുന്നതായിട്ടുള്ള സ്വരൂപം, സംഹരിച്ച് നിർത്തുന്നതായിട്ടുള്ള സ്വരൂപം. അപ്പോൾ അവിടെ സ്വാത്വിക രാജസ താമസ ഗുണവൃത്തി ഉണ്ടാകുന്നു. സൃഷ്ടി സ്ഥിതി സംഹാരം ഒക്കെ ഇതിൽ നിലനിൽക്കണു. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇവിടെ പറയുന്നു നാരായണ എന്നുള്ള മന്ത്രപദം ആരെങ്കിലും ജപിക്കുകയാണെങ്കിൽ സർവ്വവിധമായ ഗുണങ്ങളും അവന് നേടുവാൻ കാരണമാകും. കാരണം എന്താ? കുറച്ച് നേരത്തെ നാമസങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു. നാമസങ്കീർത്തനം യശ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനകാസ്തം നമാമി ഹരിമ്പന. ഹരിയുടെ പദത്തിലെത്താതെ ആർക്കും എന്താണ് ഈ കലിയുഗത്തിൽ നിന്ന് മോചനം നേടാൻ പറ്റില്ല. അതുകൊണ്ട് ഇതാ ഭഗവാനെ ഞങ്ങൾ നിന്നെ ആശ്രയിക്കാൻ പോകണു എന്ന് പറയുന്നു. ഗോപികന്മാർ പറയുന്നില്ലേ, ഇതര രാഗവിസ്മാരണാം നൃണ. മറ്റൊന്നിലും ഞങ്ങൾക്ക് രാഗം ഉണ്ടായിട്ടില്ല ഭഗവാനെ, ഞങ്ങൾക്കൊരേ ഒരു രാഗമേ ഉള്ളൂ, അത് ഭഗവാനെ നിന്നെ അറിയുക. നിന്നെ അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ട്. ഗോപികമാർ പറയുക, നിന്നെ അറിയുവാൻ വേണ്ടിയിട്ടുള്ള യഥാർത്ഥ സ്വരൂപം കൃഷ്ണ കണ്ണാ നീ ആരാണ് എന്ന് അറിയുവാനുള്ള യഥാർത്ഥമായ ചിന്തനം മാത്രമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മറ്റൊന്നിലും ഞങ്ങളുടെ മനസ്സ് പോയിട്ടില്ല. നമ്മുടെ മനസ്സോ ഇങ്ങനെ ചാഞ്ചല്യപ്പെട്ടുകൊണ്ടിരിക്കുക, അവിടെ എങ്ങോട്ടും പോകണില്ല. ഭഗവാനെ മാത്രം അറിയുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഇതര രാഗ വിസ്മാരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലും മനസ്സ് പോയിട്ടില്ല. ഇവിടെ മനസ്സ് ഭഗവാനിലേക്ക് മാത്രം. അതാദ്യം പറഞ്ഞത് മറ്റൊന്നിലുമേ നമ്മുടെ ശ്രദ്ധ പോകരുത് എന്ന്. ശ്രദ്ധാവാൻ ലഭ്യതയും ജ്ഞാനമെന്ന് ആദ്യം പറഞ്ഞ് അതുകൊണ്ടാണ്. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ഓർമ്മിപ്പിക്കണം. ഹരിനാമകീർത്തനമാണ്, അതുകൊണ്ട് മനസ്സെങ്ങോട്ടും പോകല്ലേ, ഭഗവാന്റെ നാമമാണേ ജപിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ആ ഭഗവാന്റെ നാമത്തിൽ പറയണു ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു, ഉടനെ ആങ്കാരമായി അതിനു താൻ തന്നെ സാക്ഷിയത്. അത് ബോധം വരുത്തുവതിനാളായി നിന്നവര ആചാര്യരൂപാഹരി നാരായണായ നമ. ആദ്യത്തെ നാമമാണ് ഓംകാരമായ പൊരുൾ. ആ ബ്രഹ്മ മന്ത്രം, പ്രണവമന്ത്രം, ആ പരമാത്മാവിനെ ഇവിടെ ഈ ബ്രഹ്മമന്ത്രം കൊണ്ട്, അതായത് ആത്മ ബ്രഹ്മ ജീവ ഐക്യത്തെ പറ്റി ഇവിടെ പറയണം. ഇതെല്ലാം ഒന്നാണെന്ന് കാട്ടുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ് അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിന് കാരണഭൂതമായിരിക്കുന്ന പരമാത്മാവിൻ്റെ വാചക ശബ്ദമായിരിക്കുന്ന ഓംകാരം, ആ ഓംകാരമായിരിക്കുന്ന മന്ത്രം ഇവിടെ ആ ബ്രഹ്മം എത്രയായിട്ടാണ് മാറിയത്? മൂന്നായി പിരിഞ്ഞു എന്ന് പറയണം. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം, ഈ ബ്രഹ്മം എങ്ങനെയാണ് പിരിഞ്ഞത്? ബ്രഹ്മശക്തിയാണ് പിരിഞ്ഞത്. നമ്മൾ പറയാറുണ്ട് ബ്രഹ്മം അതല്ലെങ്കിൽ ബ്രഹ്മശക്തി. ബ്രഹ്മത്തെ മൂന്നായിട്ട് ആരും പിരിച്ചിട്ടില്ല. ബ്രഹ്മശക്തിയെയാണ് ഇവിടെ മൂന്നായിട്ട് പിരിഞ്ഞത്. പക്ഷേ അതിനെ
ഇവിടെ തന്നെ എടുത്തു പറയണു, ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു. ബ്രഹ്മമല്ല കേട്ടോ പിരിഞ്ഞത്, ബ്രഹ്മത്തിൻ്റെ ശക്തിയാണ് ഇവിടെ മൂന്നായിട്ട് വേർപെട്ടത്. ആരും വേർപെടുത്തിയതല്ല. നമ്മളാരും എന്ത് ചെയ്തു, എന്തെങ്കിലും ഒരു പച്ചക്കറി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കത്തി എടുത്തിട്ട് അതിനെ ഛേദിക്കാറുണ്ട്. 1, 2, 3, 4 ഭാഗമായിട്ട് ഇവിടെ ഛേദിക്കാറുണ്ട്, ഛേദിച്ച് മാറ്റാറുണ്ട്. അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഛേദിച്ച് മാറ്റിയതല്ല, സ്വയമേ എന്താണ് തനിയെ മാറ്റിയത്. ആരുടെ ചിന്തനപ്രകാരം? ബ്രഹ്മത്തിൻ്റെ തന്നെ ചിന്തനപ്രകാരം ബ്രഹ്മശക്തി ഇവിടെ മൂന്നായിട്ട് പിരിഞ്ഞു. ഇവിടെ പറയുന്നു, ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു. അങ്ങനെ മൂന്നായിട്ട് ഇവിടെ പിരിഞ്ഞു മാറി നിൽക്കുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം, അതിനെ സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങളോടുകൂടി മാറി നിൽക്കുന്നു. അതിനെ നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്, എന്താ, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര സങ്കല്പമായിട്ടും കാണാറുണ്ട്. കാരണം ഒരാൾ സൃഷ്ടിക്കുക, ഒരാൾ അതിനെ സംരക്ഷിക്കുക, ഒരാൾ അതിനെ എന്താണ് സംഹരിക്കുക, വേണ്ടാത്തതിനെയൊക്കെ സംഹരിക്കുക, തമോ ഗുണരൂപിയായിട്ടുള്ളതിനെയൊക്കെ സംഹരിക്കുക, ആ രൂപത്തെ. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നിരിക്കുന്ന സ്വരൂപത്തെയാണ് ഇവിടെ ബ്രഹ്മമായിട്ട് കാട്ടുന്നത്. അതിന് ഭാഗവതത്തിൽ എഴുത്തച്ഛൻ എഴുതിയപ്പോൾ തന്നെ ആദ്യം പ്രഥമസ്കന്ധത്തിൽ പറഞ്ഞു, ഈശനും പ്രപഞ്ചവും ദേശികനും താനും ഞാനുമൊക്കെ ഒന്നാണ്. അതിന് മുമ്പും പറയണു, ഈശനും പ്രപഞ്ചവും ഏകമെന്നുറച്ച്. എന്താണ് ഇതെല്ലാം പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് പറയണേ. ഭാഗവതം എഴുതിയപ്പോൾ തന്നെ പറഞ്ഞു, ഈശനും പ്രപഞ്ചവും ഏകമെന്ന്, ഒന്ന് എന്ന് ഉറയ്ക്കണം. രണ്ടെന്നുള്ള തോന്നൽ വേണ്ട, ഇതെല്ലാം ഒന്നാണ്. ഈ ഈശ്വരൻ, ഈ എന്നാൽ സൃഷ്ടി, ശോ എന്നാൽ സംരക്ഷണം, രാ എന്നാൽ സംഹാരം. അപ്പോൾ ഈ സൃഷ്ടി, സ്ഥിതി, സംഹാര സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര സങ്കല്പമായിരിക്കുന്ന സ്വാത്വിക, രാജസ, താമസ ഗുണവൃത്തിയോടുകൂടിയ ഈ പരമാത്മാവ് അത് ബ്രഹ്മമായിട്ട് കാണുന്നു. ആ പരമാത്മാവ് ഇതാ മൂന്നായിട്ട് പിരിഞ്ഞു. അതിപ്പോൾ മൂന്നായിട്ട് പിരിഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് വേറിട്ട് നിൽക്കുകയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈശനും പ്രപഞ്ചവും ഏകം എന്നുറയ്ക്കണം. ഒന്നെന്ന് ഉറയ്ക്കണം ആദ്യം, ഏകമെന്നുറച്ച്. പിന്നെ പറയാം, ഈശനെ ദേശികനെന്നറിഞ്ഞു തെളിഞ്ഞു. അപ്പോൾ ഈശനെ ആരായിട്ട് കണ്ടു? ഈശനെ പ്രപഞ്ചമായിട്ട് കണ്ടു. അപ്പോൾ വേറിട്ട് നിൽക്കുകയല്ല. പിന്നീട് എന്ത് ചെയ്തു? ഈശനും പ്രപഞ്ചവും ഒന്നെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അതേ മനസ്സുകൊണ്ട് ഇതാ നമ്മൾ വീണ്ടും ചിന്തിക്കണു, ഈശനും പ്രപഞ്ചവും ഏകമെന്നുറച്ച് ഈശനെ ദേശികനെന്നറിഞ്ഞു. ദേശികൻ എന്ന് പറഞ്ഞാൽ ഗുരു, ഗുരുവാണെന്ന് വീണ്ടും ഇതാ ഞാൻ അറിഞ്ഞു. അപ്പോൾ ഈശനും പ്രപഞ്ചവും ദേശികനും ഒന്നാണ്, വേറിട്ട് നിൽക്കുകയല്ല, ഭിന്നമായിട്ടുള്ളതല്ല. ഇവിടെ പറയുകയാണ്, ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഒക്കെ ഒന്നാണ്. അതിൽ ഞാനും പെടും, ഇവിടെ ഇരിക്കുന്ന സർവ്വജീവന്മാരും അതിൽ ഉൾപ്പെടും. മനസ്സിലാകണുണ്ടോ? ഈശനും പ്രപഞ്ചവും ദേശികൻ, ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഒക്കെ ഒന്നാണ്. അപ്പോൾ ഇവിടെ ഇരിക്കണം നമ്മളെല്ലാവരും എങ്ങനെയാ? ഒരേ ഗണത്തിൽപ്പെട്ടവരാണ്, ഒരേ സമൂഹത്തിൽപ്പെട്ടവരാണ്. മനസ്സിലാകുന്നുണ്ടോ? അതാ ഗുരുദേവൻ പറഞ്ഞത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഒരു ജാതി മനുഷ്യജാതി. ആ മനുഷ്യജാതിക്ക് വേണ്ടുന്ന ഗുണമെന്താ? മനുഷ്യത്വം. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യജാതിക്ക് വേണ്ടുന്ന ഗുണം മനുഷ്യത്വം ഉണ്ടാകണം. മനുഷ്യത്വം ഉണ്ടായാൽ സർവ്വം ഒന്നായി കാണും. ഒരു ജാതി, ഒരു മതം. മതം എന്ന് പറഞ്ഞാൽ സംസ്കാരമാണെന്നറിയാം. അപ്പോൾ ഒരേ ഒരു സംസ്കാരം, അതേതാ? ആർഷഭാരത സംസ്കാരം എന്ന് തന്നെ കൊണ്ടുവരാം. ഹൈന്ദവ സംസ്കാരം വേണ്ട, ആർഷഭാരത സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാം. കാരണം ആർഷഭാരത സംസ്കാരത്തിൽ ഉൾപ്പെട്ടതാണല്ലോ ഹൈന്ദവ സംസ്കാരം. അപ്പോൾ അതിനെ വേറിട്ട് കാണണ്ട, കാരണം ഒക്കെ ഒന്നായിട്ട് കാണുവാൻ നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, എങ്ങനെയാണ്? ഒരു മതം, ഒരു മതമെന്ന് പറഞ്ഞാൽ സംസ്കാരമാണെന്ന് പഠിച്ചു. അപ്പോൾ ആർഷഭാരത സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അതിൽ 2 ആപ്തവാക്യങ്ങളുടെ മുറുകെ പിടിച്ചുകൊള്ളുക. ഒന്ന്, അതിഥി ദേവോഭവ, അതിഥികളെ ദേവന്മാരായി കാണണം. അപ്പോൾ ഈ വന്നു ചേർന്നവരെയൊക്കെ നമ്മൾ എങ്ങനായി കാണണം? ദേവന്മാരായി കാണണം. അത് ഹൈന്ദവരായിക്കോട്ടെ, ക്രൈസ്തവരായിക്കോട്ടെ, മുസ്ലിം സഹോദരന്മാരായിക്കോട്ടെ, ഒക്കെ ഒന്നായി കാണുക. ഒന്നും വേറിട്ട് നിൽക്കില്ല. കാരണം എന്താ? ഇതേ ഭാരത സംസ്കാരത്തിൽ ഉൾപ്പെട്ട മറ്റൊരു മന്ത്രമുണ്ട്. അതും നമുക്ക് അവകാശപ്പെടുന്നത്, ഭാരതീയർക്ക് മാത്രം അവകാശപ്പെടുന്ന മന്ത്രമാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകവും സുഖമുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു സംസ്കാരം, ഒരേ ഒരു മന്ത്രം, അത് ഭാരതീയർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്.
മനസ്സിലാകണുണ്ടോ പറയുന്നത്? അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ വേറിട്ട് നിൽക്കുന്നത് നമ്മളിൽ നിന്ന്? അങ്ങനെ വേറിട്ട് നിൽക്കുകയല്ല. നമ്മളുടെ ചിന്തനം അങ്ങനെ എന്താണ്? വേറിട്ട് പോയതാ. അത് പാടില്ല. ഒക്കെ ഒന്നായി കാണുവാൻ നമ്മൾ പഠിക്കണം. അത് തന്നെ ഇവിടെയും പറഞ്ഞത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒക്കെ എന്താണ്? ഏകം സദ്വിപ്ര ബഹുധാ വഹന്തി. ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, ആ ടീച്ചർ പ്രഭാഷണം പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഒക്കെ എന്താണ്? ഒന്നായി നമ്മൾ കാണണം. അതിനെ എന്താണ്? അതിനെ നമ്മുടെ ചിന്തനമനുസരിച്ച്, സാധാരണ നമ്മുടെ ചിന്തയനുസരിച്ച് പലതായിട്ട് നമ്മൾ കണ്ടുപോയി. അത് നമ്മളുടെ കുറ്റമല്ല. സുബ്രഹ്മണ്യത്തിന് മുമ്പ് ദേവീ ഭാഗവതം എഴുതിയപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, ശിവനും വിഷ്ണുവിനും ഭേദം കൽപ്പിക്കുവോർക്ക് നരകമാമ്പലം അല്ലേ? അതിൽ പറയണുണ്ട്, ശിവനും വിഷ്ണുവിനും ഭേദം കൽപ്പിക്കുക, രണ്ടെന്ന് കൽപ്പിക്കുന്നവൻ നരകത്തിൽ പോയി പതിക്കുക. ഞാൻ പറഞ്ഞതല്ല കേട്ടോ. സുബ്രഹ്മണ്യത്തിന് മുമ്പ് ദേവീ ഭാഗവതം എഴുതിയപ്പോൾ അതിൽ പറഞ്ഞതാ. അവർക്കങ്ങനെ ഭേദം കൽപ്പിക്കേണ്ട. നമ്മളുടെ വിശ്വാസം, വിശേഷമായി ശ്വാസത്തിൽ ലയിച്ചു ചേരുന്നത് വിശ്വാസം. അപ്പം നമ്മുടെ വിശ്വാസം അനുസരിച്ച്, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ ഏത് രൂപത്തിൽ കാണുന്നു, അത് കൃഷ്ണനായി കണ്ടുകൊള്ളട്ടെ, അതല്ല സുബ്രഹ്മണ്യനായി കണ്ടുകൊള്ളട്ടെ, അതും പോരാ മഹാദേവനായിട്ട് കണ്ടുകൊള്ളട്ടെ, അതല്ല ദുർഗാദേവിയായിട്ട് കണ്ടുകൊള്ളട്ടെ, അല്ലെങ്കിൽ ഭുവനേശ്വരിയായിട്ടോ, അതല്ലെങ്കിൽ 33 ദേവതകളുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടോ നമ്മൾ? ഒക്കെ ഏത് രൂപത്തിലും ഭാവത്തിലും നമ്മൾ കണ്ടുകൊള്ളട്ടെ. പക്ഷേ എങ്ങനെ കണ്ടാലും ഒക്കെ എന്താണ്? എല്ലാ നദികളും സമുദ്രത്തിലേക്ക് ഒഴുകിച്ചേരുന്നുണ്ട്. പല വഴിയിലൂടെ ഒഴുകിച്ചേരുന്നത്. ഇവിടെ കുറച്ച് മുമ്പ് പറഞ്ഞു, പല വഴിയിലൂടെ, കൈവഴികളിലൂടെ ഒക്കെ എന്താണ്? ഒഴുകിച്ചേർന്ന് അവിടെ ചെന്നിട്ട് എന്താ? സമുദ്രത്തിൽ ചെന്ന് പതിച്ചു. അപ്പോൾ ഞങ്ങൾ ആലപ്പുഴ ജില്ലക്കാരാണ്. ആലപ്പുഴ ജില്ലയിൽ ഞങ്ങൾക്ക് അടുത്തുള്ളത് ആറന്മുള. അവിടെ എന്താണ്? പമ്പാ നദിയാണ്, ശബരിമലയിൽ നിന്ന് വരുന്ന നദിയാണ്. അപ്പോൾ പമ്പാ നദിയിലൂടെ ഞാനിങ്ങനെ സഞ്ചാരം ചെയ്യുക. അവിടെ അതിൻ്റെ തുടക്കം മുതൽ അങ്ങോട്ട് സഞ്ചാരം ചെയ്യുവാൻ തീരുമാനിച്ചു. അങ്ങനെ സഞ്ചരിച്ച് പമ്പാ നദിയിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ കൈവഴികളൊക്കെ കണ്ട് ഇതാ എന്താണ്? പല നദികൾ, അച്ചൻകോവിൽ, മണിമല ഒക്കെ സംഗമിച്ച് ഇതിലിതാ അപ്പോഴും എൻ്റെ മനസ്സിലെ ചിന്ത ഇതാണ്, ഇത് പമ്പാ നദിയിലൂടെ ഞാൻ സഞ്ചരിക്കണേ എന്ന് ചിന്തിച്ച് ഇതാ സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുന്ന ആ ഒരു എൻ്റെ ഭാഗം എന്ന് ചിന്തിക്കുക. പോയി എന്നല്ല നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെ ചെന്നിട്ട് ഞാൻ ഇത്തിരി വെള്ളം അങ്ങോട്ട് എടുത്തു. ഇത് സമുദ്രമായിട്ട് ചേരുന്ന ഭാഗമാണ് കേട്ടോ. ഇത് ഇത് പമ്പാ നദിയും ഇത് സമുദ്രവുമാണ്. അത് തമ്മിൽ ചേർന്നിരിക്കുന്ന ഭാഗത്ത് വന്നിട്ട് ഞാൻ അവിടുന്ന് ഇത്തിരി ജലം എടുത്തിട്ട് എൻ്റെ കൈക്കുമ്പിളിൽ എടുത്തിട്ട് ഞാൻ പറയാം, ഇതെൻ്റെ പമ്പാ നദിയിലെ ജലമാണ്. അത് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത്? ന്യായമുണ്ടോ? നമ്മളുടെ ചിന്തനം അങ്ങനെയാണെങ്കിൽ, നമ്മുടെ വിശ്വാസം അങ്ങനെയാണ് എങ്കിൽ മാത്രമേ ഒക്കെ ഒന്നാണെന്ന് പറയാവുള്ളൂ. മനസ്സിലാകണുണ്ടോ പറയുന്നത്? സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോണം. സംശയമുണ്ടെങ്കിൽ ചോദിച്ചോണം. ഒക്കെ വേറിട്ട് നമ്മുടെ വിശ്വാസം. കാരണം എന്താ? ഇവിടെ നമ്മൾ പഠിച്ചത് ഓംകാരമായ പൊരുളായിരുന്നു, അത് 3ആയി പിരിഞ്ഞു. അതാ വിഷയം. അപ്പോൾ ഇവിടെ ഭാഗവതവും മറ്റ് പുരാണങ്ങളും വേദങ്ങളും ഒക്കെ എന്താണ്? ആത്മബ്രഹ്മ ഐക്യത്തെപ്പറ്റി ഇവിടെ പഠിപ്പിക്കുക. ആ ഐക്യത്തെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കരുത്. കാരണം എന്താ? ഭാഗവതം സമർപ്പിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, പരബ്രഹ്മ ഉപദേശത്തിലാണ് എന്ന് തോന്നുന്നു. അല്ലല്ല, പരബ്രഹ്മ ഉപദേശത്തിലല്ല, ഭാഗവത ധർമ്മകഥനത്തിലാണ് പറയുന്നത്. ബ്രാഹ്മണങ്കലും ചണ്ഡാലങ്കലും സൂര്യനെ പോൽ സമദൃക്കായി കാണണം. ഒന്നുകൂടി ലളിതമാക്കി തരാം. ബ്രാഹ്മണനായാലും ശരി, ചണ്ഡാലനായാലും ശരി, സൂര്യനെ പോൽ സമദൃക്കായി കാണണം. കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? അതും പറയാം. ബ്രാഹ്മണോസ്യ മുഖമാസീത്, ഇത് പൂരുഷ സൂക്തമാണ്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഈ മുഖഭാഗമാണ്. ഇനി കണ്ഠമെന്ന് പറയുന്നത് ക്ഷത്രിയനാണ്, ഉദരമെന്ന് പറയുന്നത് വൈശ്യനാണ്, പാദമെന്ന് പറയുന്നത് ക്ഷൂദ്രനാണ്. പാദോ അജായതേ ക്ഷൂദ്ര, അവിടം വരെയാണ് പറയുന്നത് പുരുഷ സൂക്തം പറയുന്നത്. ബ്രാഹ്മണോസ്യ മുഖമാസീത് തുടങ്ങി പാദം വരെയാണ് പറയണേ. അപ്പോൾ ബ്രാഹ്മണനുണ്ട്, ക്ഷത്രിയനുണ്ട്, വൈശ്യനുണ്ട്, ക്ഷൂദ്രനുണ്ട്. ഒരു തദസ്യ വൈശ്യ, അതും പറയണുണ്ട്. അത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, പോട്ടെ. അപ്പോൾ എന്താ? ബ്രാഹ്മണനുണ്ട്, ക്ഷത്രിയനുണ്ട്, വൈശ്യനുണ്ട്, ക്ഷൂദ്രനുണ്ട്. ഇത് 4ഉം കൂടെ നമ്മളൊന്ന് മുറുകെ പിടിച്ച് നോക്കാം. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവൻ ബ്രാഹ്മണൻ. അവൻ ഏത് കാര്യം ചെയ്താലും 1, 2, 3 ആവർത്തി ആലോചിച്ചേ ഒരു കാര്യം ചെയ്യുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ പറയണേ? എടുത്തു ചാടി ഒരു കർമ്മം ചെയ്യില്ല. വളരെ കൃത്യതയോടുകൂടി അത് അനുഷ്ഠിച്ച്, നമ്മൾ പറഞ്ഞു
അതിൽ നിന്നും വ്യതിചലിച്ചു പോയ ആളിൻ്റെ കഥയും കുറച്ചെന്നും ഇവിടെ പറഞ്ഞു. കൃത്യവും സന്ധ്യോപാസനാദി കർമ്മങ്ങൾ ചെയ്യേണ്ട ഉത്തമനായിരിക്കുന്ന ബ്രാഹ്മണനായിരിക്കുന്ന അജാമിളൻ, അജാധികം വിളക്കം, മനസ്സ് മായയുമായി ലയിച്ചവൻ, ഭഗവാനുമായി ലയിച്ചില്ലായിരുന്നു. അപ്പോൾ എന്താ, യാദൃശ്ചികമായിട്ട് തൻ്റെ കർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇവൻ ആരായി മാറി? ശൂദ്ര അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. മനസ്സിലാകുന്നുണ്ടോ? ബ്രാഹ്മണനായിരുന്നു, പക്ഷേ ശൂദ്രാവസ്ഥയിലേക്ക് തൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ട്. അപ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങൾക്ക് കൃത്യത, ധർമ്മവും നീതിയും സത്യവും ഉറപ്പിക്കുക. അവിടെ മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ചെയ്യുന്ന കർമ്മത്തിൽ എന്താണ്? കർമ്മവും നീതിയും സത്യവും ഉറപ്പിക്കുക. അടിച്ചുറപ്പിച്ച് വേണം പോകാൻ. അതിൽ നിന്ന് ഒരു പാത പോലും, ഇപ്പം നടന്നു പോകുന്ന വഴിയിൽ അവിടെ കുഴിയുണ്ടെന്ന് ഒരാൾ പറഞ്ഞു, പിന്നെ ആരെങ്കിലും അതുവഴി പോയാലെന്ത് ചെയ്യും? അതിൽ വീണ് പോവും. ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ അതല്ലെങ്കിൽ ഒരു പക്ഷേ ജീവൻ അറ്റുപോകും. അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ 1, 2, 3 ആവർത്തി ചിന്തിച്ച് വേണം പോകുവാൻ. അങ്ങനെ ചിന്തിച്ച് പോകുമ്പോൾ ഒരു പക്ഷേ നമ്മളെന്ത് ചെയ്യും? അതിലേക്ക് വീഴുകയില്ല, തെറ്റിലേക്ക് പോവുകയില്ല. അപ്പോൾ ഇവിടെ ഉത്തമനായിരിക്കുന്ന ബ്രാഹ്മണൻ്റെ ലക്ഷണത്തെ പറയുകയാണ്. ബ്രാഹ്മണ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്, ശ്രേഷ്ഠത എന്നുള്ളതാണ്. അവൻ യാഗം ചെയ്യുക, ചെയ്യിപ്പിക്കുക, വേദം പഠിക്കുക, പഠിപ്പിക്കുക, ദാനം വാങ്ങുക, ഒത്തവന് കൊടുക്കുക എന്നുകൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായി നിത്യവും 3 സന്ധ്യകളിലും സന്ധ്യ ഉപാസനാദി കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചു പോകണം. ജന്മനാൽ ജായതേ മർത്യ, ജനിക്കുന്നവൻ മനുഷ്യനാണ്. ജനിക്കുന്നവൻ ആരാ ജനിക്കുന്നവൻ? ജന്മനാൽ ജായതേ മർത്യ. മർത്യ എന്ന് പറഞ്ഞാൽ ആരാ? മർത്യ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ഇല്ലേ? അപ്പോൾ ജനിക്കുന്നവൻ ആരാ? ഇവിടെ ആരായിട്ടാണ് ജനിക്കണേ? മനുഷ്യനായിട്ട് ജനിക്കണം, ഇല്ലേ? ജന്മനാൽ ജായതേ മർത്യ, കർമ്മണാൽ ജായതേ ദ്വിജ. കർമ്മം കൊണ്ട് അവൻ ദ്വിജനായി മാറുന്നു. ദ്വിജനെന്ന് പറയുമ്പോൾ ഉദാഹരണം എളുപ്പമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അധ്യാപകനാകണം, അതല്ലെങ്കിൽ ഡോക്ടറാകണം. അവരവരുടെ ചിന്തനം മാറ്റിക്കണം വേണ്ടുന്ന രീതിയിൽ. അപ്പോൾ ഡോക്ടറാകണമെന്ന് ഒരാൾക്ക് ആഗ്രഹം, ഒരാൾക്ക് അധ്യാപകനാകണമെന്ന് ആഗ്രഹം. അപ്പം ഡോക്ടറും അധ്യാപകനും അവരവരുടെ ചെറിയ പ്രായത്തിൽ മനുഷ്യനായിട്ട് ജനിച്ചു. അത് കഴിഞ്ഞ് മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടായി. 2 പേർക്കും 2 ആഗ്രഹങ്ങളുണ്ടായി. ഈ 2 ആഗ്രഹങ്ങളിലൂടെ സഞ്ചരിക്കുക അവർ രണ്ടുപേരും. ആ ആഗ്രഹങ്ങൾ തൻ്റെ മനസ്സിലേക്കെത്തി അത് നേടിയെടുക്കുന്ന അവസ്ഥ വരെ, അതായത് അതിനെപ്പറ്റിയുള്ള പഠനം തുടങ്ങുന്നത് വരെ ഇവൻ ദ്വിജം, 2ാമത്തെ ജന്മത്തിലേക്ക് ആർജിച്ച് നിൽക്കുക. 2ാമത്തെ ജന്മത്തിലേക്ക് ഇതാ ചുവട് വെച്ച് കഴിഞ്ഞു. മനസ്സ് മനുഷ്യനായിട്ട് പിറന്നു, ഒരു ചിന്തനം മനസ്സിൽ തോന്നി, അധ്യാപകനാകണം. ആ മേഖലയിലേക്ക് ഇതാ സഞ്ചരിച്ചു. അതിനാ ദ്വിജത്വം എന്ന് പറയുന്നത്. ആ ദ്വിജത്വം കഴിഞ്ഞപ്പോഴും അവൻ്റെ കർമ്മം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഡോക്ടറാകണ്ടായോ, അതല്ലെങ്കിൽ അധ്യാപകനാകണ്ടായോ? ആ മേഖലയെ പറ്റിയുള്ള പഠനം. വേദപാഠേതി വിപ്ര, ആ മേഖലയിലുള്ള വേദം എന്താണോ അത് പഠിക്കണം. അറിവ്, വേദമെന്ന് പറഞ്ഞാൽ അറിവാണ്. അപ്പോൾ അധ്യാപകനാകണമെങ്കിൽ അതിനെപ്പറ്റിയുള്ള പഠനം വേണം, ഡോക്ടറാകണമെങ്കിൽ അതിനെപ്പറ്റിയുള്ള പഠനം വേണം. അപ്പം വേദപാഠേതി വിപ്ര. അത് കഴിയുമ്പോൾ ബ്രഹ്മജ്ഞാനം നേടണം. അപ്പോഴും അധ്യാപകനായിട്ടില്ല. പിന്നെ ആരായിട്ടില്ല? അധ്യാപകനായിട്ടില്ല, ഡോക്ടറും ആയിട്ടില്ല. അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ മേഖല പൂർത്തീകരിച്ചില്ല. ബ്രഹ്മജ്ഞാനേ ഇതി ബ്രാഹ്മണ, ആ മേഖലയിൽ അവൻ ബ്രഹ്മജ്ഞാനം നേടി. നമ്മൾ പറയുക, ആ ഡോക്ടറിൻ്റെ അടുത്തോട്ടൊന്ന് ചെന്നേ, ഒരു മരുന്ന് തന്നാൽ വളരെ പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നത്. അതല്ലാത്ത പക്ഷം നല്ല ഒരു അധ്യാപകനെ അവിടെ ട്യൂഷന് പോയാൽ മതി, നന്നായിരിക്കും, നന്നായിട്ട് പഠിപ്പിക്കണമുണ്ട്. കാരണം എന്താ? അവൻ ആ മേഖലയിൽ ബ്രഹ്മജ്ഞാനം നേടി. ഇത് 4 കൂടെ ചേരുന്ന അവസ്ഥ. അപ്പോൾ എന്താ? ജന്മനാൽ ജായതേ മർത്യ, കർമ്മനാൽ ജായതേ ദ്വിജ, വേദപാഠേതി വിപ്ര, ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ. അപ്പം ബ്രാഹ്മണത്വം ആ മേഖലയിൽ അവൻ നേടി. അധ്യാപകനായിരുന്നാലും ശരി, ഇനിയും ഡോക്ടറായാലും ശരി, ഏത് മേഖലയിലായാലും ശരി, ഈ ബ്രാഹ്മണത്വം നേടി. ഈ ബ്രാഹ്മണത്വമാകുന്ന ഭാഗമാണ് ഇത്രയും. തൻ്റെ ശ്വാസം പോയാലും കൂടെ നിൽക്കുന്നവനെ രക്ഷിക്കുന്നവൻ ക്ഷത്രിയൻ. നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ വിവാഹമൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു പിതാവ്, പെൺകുട്ടിയുടെ പിതാവ്, അതായത് യുവാവിൻ്റെ കയ്യിലേക്ക് കൈപിടിച്ച് കൊടുക്കുമ്പോൾ ആ പിതാവിൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടാകും. എന്താണ്? എൻ്റെ മകളെ ഇവൻ സംരക്ഷിച്ചു കൊള്ളും. അവൻ ആ സംരക്ഷണം കൊടുക്കുന്നത് വരെ ക്ഷത്രിയ ധർമ്മം അവിടെ പുലർത്തുന്നത്. ആ ക്ഷത്രിയ ധർമ്മം അവൻ നോക്കുക, ആ വിശ്വാസമാണ്. അപ്പോൾ അവളുടെ മനസ്സിലൊരാഗ്രഹമുണ്ട്, താലി കെട്ടിക്കഴിയുമ്പോൾ എന്നെ സംരക്ഷിച്ചു കൊള്ളും. അപ്പോൾ അപ്പോഴും അവൻ ആ ക്ഷത്രിയ ധർമ്മം പുലർത്തിക്കൊണ്ടിരിക്കുക. ഒന്നാലോചിച്ച് നോക്കുക.
അപ്പം ബ്രാഹ്മണനെ ക്ഷത്രിയനുമായി ഈ ശ്വാസം ഇത് പോകുന്നത് വരെയുള്ളൂ ക്ഷത്രിയ ധർമ്മം. രാജാവും മന്ത്രിയും കാലാൾപ്പടയും ഒക്കെ യുദ്ധത്തിന് നിൽക്കുക. അങ്ങനെ യുദ്ധത്തിന് നിൽക്കുന്ന അവസ്ഥയിൽ ഇവിടെ കാലാൾപ്പടയൊക്കെ ഹനിച്ചു. മന്ത്രിയുണ്ടിനിയും. മന്ത്രിയുടെ തല പോയെങ്കിൽ മാത്രമേ രാജാവിൻ്റെ തല പോകാവുള്ളൂ. കുശലക്കാരനായിട്ടുള്ള മന്ത്രിയാണെങ്കിൽ ഒരു പക്ഷേ രാജാവിൻ്റെ തല ആദ്യം പോകും. മനസ്സിലാകുന്നുണ്ടോ? ആ മന്ത്രിയുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ വിശേഷമായ ശ്വാസത്തിൽ ലയിച്ചു ചേരുന്നതാണ്. അവൻ വിശ്വാസം ഈ ശ്വാസം പോകുന്നത് വരെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ് വേണം. അതാണ് ഉത്തമനായിരിക്കുന്ന മന്ത്രിപദം അലങ്കരിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അവൻ ക്ഷത്രിയ ധർമ്മം പുലർത്തി. അപ്പോൾ ബ്രാഹ്മണനായി, ക്ഷത്രിയനായി, ഉദരം വൈശ്യൻ. ശ്രേഷ്ഠമായ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ഉത്തമമായ ആഹാരം, അത് വേണ്ടുന്നതായിട്ടുള്ള എന്താണ് കാർഷിക വൃത്തികളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് അതിന് വേണ്ടുന്ന ബലങ്ങളൊക്കെ എടുത്ത് നമ്മൾ തന്നെ അത് ശ്രേഷ്ഠമായ ആഹാരത്തെ സ്വീകരിക്കുന്നത്. അതിലും ഒരു പ്രമാണമുണ്ട്, യഥോ അന്നത്തതോ മന. ഏതാഹാരം, സാത്വികമായ ആഹാരം ഭക്ഷിക്കുന്നവന് സാത്വികമായ ചിന്താഗതി ഉണ്ടാകും. യഥോ അന്നത്തതോ മന. അത് കഴിയുമ്പോൾ എന്താണ്? പാദോ അജായതേ ക്ഷൂദ്ര. പാദോ എന്ന് പറയുന്നത് ക്ഷൂദ്രൻ. ഇത് നാലും കൂടെ ചേരുന്ന മനുഷ്യൻ. ആ മനുഷ്യനായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയണം. വേണോ വേണ്ടയോ തിരിച്ചറിയണോ? ബ്രാഹ്മണനാന്ന് പറഞ്ഞു, ക്ഷത്രിയനാന്ന് പറഞ്ഞു, വൈശ്യനാന്ന് പറഞ്ഞു, ശൂദ്രനാന്ന് പറഞ്ഞു, ഞാൻ മാറി നിൽക്കാൻ പറ്റുമോ? എന്നിൽ നിക്ഷിപ്തമായ കർമ്മം. കാരണം എന്താ? മനുഷ്യനായി പിറന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് കലിയുഗമാണ്. അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ്. ആ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴും ഞാൻ എന്ത് ചെയ്യണം? മാനസേ ഹരിപദഭക്തി ഉണ്ടാകണം. ആ ഹരിപദഭക്തി, ആ ഹരിയെ അറിയുന്നവൻ എപ്പോഴും ചിന്തിക്കണം, ഒന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുകയല്ല മറ്റൊന്നും. സർവവും ഒന്നായി കാണുക. അവിടെ ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും എന്ന് പറഞ്ഞാൽ, ശിവനായാലും കൃഷ്ണനായാലും അള്ളാഹുവായാലും യേശുവായാലും മറ്റേത് ദേവനായാലും ഒക്കെ ഒന്നായി കാണണം. കാരണം എന്താ? വിശ്വാസം, വിശേഷമായ ശ്വാസത്തിൽ ലയിച്ചു ചേരുന്നു. കാരണം എന്താ? ലോകാസമസ്ത സുഖിന്, സമസ്ത ലോകത്തിന് സുഖമുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നതും ആർഷഭാരത സംസ്കാരമാണ്. ആ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുകയല്ല, ബ്രഹ്മശക്തിയാണ് വേർപെട്ടത്, ബ്രഹ്മമല്ല കേട്ടോ വേർപെട്ടത്. ആ ബ്രഹ്മശക്തിയാണ് ഇവിടെ എത്രയായിട്ട് മാറിയത്? മൂന്നായി പിരിഞ്ഞത്. സാത്വിക, രാജസ, താമസ ഗുണവൃത്തിയായിട്ട് ഇവിടെ വേർപെട്ടു. അപ്പോൾ തന്നെ എന്തുണ്ടായി? എന്തിൻ്റെ ഉത്പത്തിയും ഉണ്ടായി? ഉടനെ അഹങ്കാരമായതിനു താൻ തന്നെ സാക്ഷി. അങ്ങനെ വേർവിട്ടപ്പോൾ എന്താണ്? ഉടൻ തന്നെ ക്ഷണനേരം കൊണ്ട് അഹങ്കാര തത്വവും അവിടെ ഉണ്ടായി. ഞാനെന്നും എൻ്റേതെന്നും എനിക്കെന്നും ഉള്ള ചിന്ത. മനസ്സിലായോ? എന്തിനു വേണ്ടിയിട്ടാണ് ജനിക്കുന്നതെന്ന് കുറച്ച് മുമ്പ് ചോദിച്ചു. മരിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് ടീച്ചർ പറഞ്ഞു. പുനരഭിജനനം, പുനരഭിമരണം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ്. അപ്പോൾ ജനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ഈ ജനനത്തിനും എന്താണ് അന്ത്യേഷ്ടി വരെയുള്ള, ഈ മരണം വരെയുള്ള സമയം എന്താണ്? ഈശ്വരീയമായ നാമം ജപിക്കണം. അവിടെ എന്താണ്? ഞാനെന്ന ഭാവം ഉണ്ടാകരുത്. ഇനി ഇതേ കീർത്തനത്തിൽ തന്നെ എന്താണ് ഗോപികമാർ പറയുന്നുണ്ട്, ഞാനെന്ന ഭാവം ഉണ്ടായാൽ എന്തു ചെയ്യണം? ആനന്ദചിന്മയഹരേ. ഇത് കണക്ട് ചെയ്തങ്ങ് പറയുക കേട്ടോ. ആനന്ദചിന്മയഹരേ ഗോപികാരമണ. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. ഇല്ലേ? ഞാൻ എൻ്റേത് എനിക്കെന്നുള്ള ഭാവം ഇവിടെ തോന്നുകയേ പാടില്ല. അങ്ങനെ തോന്നിയാൽ അവിടെ നാശത്തിൻ്റെ ഉത്പത്തി തുടങ്ങി. മനസ്സിലാകണുണ്ടോ? നാശത്തിൻ്റെ ഉത്പത്തി അവിടെ. ഞാനെന്ന ഭാവം ഉണ്ടായാൽ എന്തുണ്ടാകും? അവിടെ നാശത്തിൻ്റെ ഉൽപ്പത്തി തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ തോന്നരുത്. അങ്ങനെ തോന്നിയാൽ എന്താണ്? ഉടനെ തന്നെ ഭഗവാനെ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുവാൻ പാടില്ല, അത് തെറ്റായ വഴിയാണ്. ജ്ഞാനമായ മാർഗത്തിലേക്ക് ആത്മശുദ്ധിയിൽ കൊതിയുള്ളവനാകയാൽ പരമാത്മാവായിരിക്കുന്ന കൃഷ്ണൻ്റെ കഥ കേൾക്കുവാൻ, നാമം ജപിക്കുവാൻ അവന് സാധിക്കണം. മനസ്സേ ഹരിപദഭക്തി ഉണ്ടാകണം, മറ്റൊന്നും വേണ്ട. കാരണം എന്താ? ഈ ആദ്യം തന്നെ പറഞ്ഞു ഹരിനാമം എന്ന് പറഞ്ഞ, ഹരിനാമം ജപിച്ചാൽ സർവ്വവിധമായ പാപത്തെ ഇല്ലാതെയാക്കുന്നവൻ്റെ നാമമാണ് ഇവിടെ ജപിക്കുന്നത്. സർവ്വവിധമായ പാപത്തെയും ഇല്ലാതെയാക്കുന്ന ഇവൻ്റെ നാമം ജപിച്ചാൽ സർവ്വഗുണങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇവനല്ലാതെ മറ്റൊരാളില്ല ഇതിൽ. കാരണം എന്താ? വിരാട് സ്വരൂപമായി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് സഹസ്രശീർഷക പുരുഷക സഹസ്രാക്ഷ സഹസ്രപാദ് പുരുഷ സുകൃതം അവിടെ പറയുക. അനേകം ശീർഷങ്ങളോടുകൂടി, പാദങ്ങളോടുകൂടി, കണ്ണുകളോടുകൂടിയൊക്കെ നിൽക്കുന്ന സ്വരൂപമാണ് ഇവിടെ ഭഗവാൻ.
അപ്പോൾ സർവ്വത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈ സ്വരൂപമായിരിക്കുന്ന ഭഗവാന്റെ നാമമാണ് നമ്മൾ കീർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഞാനെന്ന ഭാവമുണ്ടാകണം? പാടില്ല. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. തോന്നുന്നതോ അഖിലം ഞാനിതെന്ന വഴി അപ്പം തന്നെ എന്താണ് നാരായണ 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 എന്ന് ജപിക്കണം. അതിന് അഥവാ ഇനി ഒരു പക്ഷേ നമ്മൾക്ക് ആ ബോധതലത്തിലേക്ക് എത്തിയില്ല എങ്കിൽ, ഇവിടെ വീണ്ടും പറയുന്നുണ്ട്, ഗോപികമാരുടെ കാര്യം മുമ്പേ പറഞ്ഞു, ഇതരരാഗ വിസ്മരണം എന്ന് പറഞ്ഞാൽ അവർ ഇതിൽ നിന്നും മാറിയിട്ടില്ല. ഞങ്ങൾ ഭഗവാനെ മാത്രം ചിന്തിക്കുക. അതുകൊണ്ട് ഇതാ ഞങ്ങൾ കണ്ടില്ല ഭഗവാനെ നിൻ്റെ സ്വരൂപം. അസ്പഷ്ടം ദൃഷ്ട മാത്രേ. അസ്പഷ്ടനാണ് കണ്ണാ നീ. നിന്നെ ഞങ്ങൾക്ക് കാണാൻ കൂടി പറ്റിയിട്ടില്ല, നിന്നെ അറിയാൻ പറ്റിയിട്ടില്ല. അപ്പം നിന്നെ മാത്രം സദാപി ചിന്തിച്ചിരുന്നത് കൊണ്ട് ഞങ്ങൾ എങ്ങനെയായി? അസ്പഷ്ടം ദൃഷ്ട മാത്രേ. നിൻ്റെ നാമം, നിൻ്റെ മാത്രം ചിന്തകൾ ഒക്കെ മനസ്സിൽ നിന്നെ മാത്രം ചിന്തിച്ച് ജീവിച്ചത് കൊണ്ട് ഇതാ അസ്പഷ്ടനായിരുന്ന ഭഗവാനെ നിന്നെ ഞങ്ങൾക്കിതാ ഞങ്ങളുടെ ദൃഷ്ടിയിൽ നമ്മൾ നന്നായിട്ട് ചൊവ്വിൽ വിഷ്ണുവിൻ്റെ രൂപം നന്നായിട്ട് കാണുന്നു, വ്യക്തമായിട്ട് ഇതാ കാണുവാൻ സാധിച്ചു. അതുവരെ എന്താണ്? ഒരു മൂടൽ മഞ്ഞ് പോലെയാണ്, യാഥാർത്ഥ്യത തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യത ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. നമ്മൾ ഒക്കെ മൂന്നായിട്ട് മാറിയത് 3 പേരാണ് എന്നുള്ള ചിന്തയാണ് നമുക്ക്. അല്ല കേട്ടോ, ഒക്കെ ഒന്നാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുകയല്ല മറ്റൊന്നും. അങ്ങനെ മാറിയിട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ട് അടുത്ത വരിയിലേക്ക് പോകുക. അപ്പോൾ പറയുക അഹങ്കാരതത്വമുണ്ടായി. ആ അഹങ്കാരതത്വം ഉണ്ടാകുവാനേ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അവിടെ എന്താണ്? നാശത്തിൻ്റെ ഉൽപ്പത്തി തുടങ്ങിയെന്നും നമ്മൾ പഠിച്ചു. എന്നിട്ട് പറയാം, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നാശമുണ്ടാകുവാൻ കാരണം എന്താ? മനസ്സിലൊരു പക്ഷേ അങ്ങനെ ഒരു തോന്നലുണ്ടായി. നമുക്കെന്താണ്? ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണെന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ തോന്നലുണ്ടായാൽ നാശമുണ്ടാകുമെന്ന് പഠിച്ചു വെച്ചു. അവിടം വരെ പഠിച്ചു. അടുത്ത വരി പറയുന്നു, ഇതിനൊരു സത്യവും കൂടെ ഉണ്ടെന്നേ. ഇങ്ങനെ പറയുവാൻ അതിനൊരു സത്യം അടുത്ത വരിയിലൂടെ പറയുന്നു. അതുബോധം വരുത്തും. ആ സത്യത്തെ പറ്റിയുള്ള പഠനം അതറിയുമ്പോൾ മാത്രമേ എന്താണ്? ബോധം വരത്തില്ല. സത്യം എന്താണെന്ന് തിരിച്ചറിയുകയുള്ളൂ. ടീച്ചറും പറഞ്ഞ കുറച്ച് മുമ്പേ സത്യവസ്തു ഒന്നേ ഉള്ളൂ, നിശ്ചലമായിരിക്കുന്ന ബ്രഹ്മം. കാരണം എന്താ? അവൻ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന സ്വരൂപമാണ്. സാത്വിക രാജസ താമസ ഗുണവൃത്തിയാണ്. അവനെ അങ്ങനെ എന്താണ് മാറ്റുവാൻ പറ്റില്ല. അങ്ങനെ എടുത്ത് മാറ്റി വെക്കുവാൻ പറ്റുന്ന സ്വരൂപമല്ലവൻ. കാരണം എന്താ? നാരായണൻ ആരാണെന്നറിയാമോ? നാരായണൻ അജനാണ്, ജനിച്ചിട്ടേ ഇല്ലാത്തവനാ നാരായണൻ. മനസ്സിലായോ? നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന നാരായണൻ എന്ന് പറഞ്ഞ ആൾ അജനാണ്, അവ്യയനാണ്, ഈശ്വരനാണ്. ഇല്ലേ? അജനാണ്, അവ്യയനാണ്. സർവത്തിലും എന്താണ്? പ്രഹ്ലാദൻ തന്നെ പറയുന്നുണ്ട്, ക്രാണ രസ സ്പർശനാദികളിലും സർവത്തിലും നിറഞ്ഞു നിൽക്കുന്ന സ്വരൂപം. എൻ്റെ ശ്വാസോച്ഛ്വാസത്തിൽ പോലും എന്താണ്? ഈ ഭഗവാനെ എനിക്ക് തിരിച്ചറിയുവാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ? വിഷ്ണുദൈതി വിഷ്ണു സർവത്തിലും നിറഞ്ഞു നിൽക്കുന്ന സ്വരൂപമാണ്. അവൻ എന്തിനാ ഭേദം? ഇല്ല. അപ്പോൾ ഇതിനെ മായയുടെ പ്രകൃതി, മായയുടെ അഭാവം മൂലം ഇതിൻ്റെ യാഥാർത്ഥ്യത തിരിച്ചറിയാൻ പറ്റിയില്ല. അവിടെ മായ സമ ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഒരവസ്ഥ, അതാണ് മായ പ്രകടമായി കഴിയുമ്പോൾ ഒരു പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മളുടെ മനസ്സിലൊരു തോന്നലുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു എന്താണ് പെട്ടെന്നൊന്ന് ഉദാഹരണം പറഞ്ഞു തരാം. ഇതുകൊണ്ട് എനിക്ക് ഇപ്പം നോക്കുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റുന്നത് ഈ വൈദ്യുതി ഇല്ലാത്തതുണ്ടോ എന്ന് തോന്നിക്കുന്നൊരവസ്ഥ. ഈ വൈദ്യുതി ഇവിടെ നിന്ന് ലൈനിൽ കൂടെ വന്ന് ഈ വയറിൽ കൂടെയൊക്കെ വന്ന് ഇതേണ്ട ഇവിടെ വന്നിട്ട് ഇതിലൂടെ ഇവിടെ വന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ശബ്ദമായിട്ട്. ഈ വൈദ്യുതി എങ്ങനെയാണ് അങ്ങോട്ട് വരുന്നത്? ഈ മൈക്രോഫോണിലൂടെ എങ്ങനെയാണ് വരുന്നത്? ശബ്ദമായിട്ട് പരിണമിച്ചു. അതേ വൈദ്യുതിയുടെ മറ്റൊരു ഭാവം ഇതാ വെളിച്ചമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു. ഇല്ലേ? അതേ വൈദ്യുതി തന്നെയല്ലേ? അതേ വയറിൽ കൂടെ തന്നെയല്ലേ പോകണത്? കേബിളിൽ കൂടെ തന്നെയല്ലേ പോകണേ? അതിതാ എന്താണ്? അവിടെ വെളിച്ചമായിട്ട് വന്നു. അതേ വൈദ്യുതി കൊണ്ട് അവിടെ ഫാന്, ഇവിടെ കൂളർ ഇരിക്കണു. അതേ വൈദ്യുതി അതിലൂടെ വന്നിട്ട് എങ്ങനെയാണ്? തണുപ്പായിട്ട് വന്നു. ഇനി ഒരു ഹീറ്ററുണ്ടെന്ന് കരുതുക, അതേ അല്ലെങ്കിൽ തേപ്പൂട്ടിയാണെന്ന് കരുതുക, അതിലെന്താണ്? അതേ വൈദ്യുതി എങ്ങനെയായി? ചൂടായിട്ട് വന്നു. മനസ്സിലാകണുണ്ടോ പറയുന്നത്? അപ്പോൾ ഒരേ വൈദ്യുതി ഇവിടെ എന്താണ്? വെളിച്ചമായിട്ട് വന്നു, ശബ്ദമായിട്ട് വന്നു, തണുപ്പായി വന്നു, ചൂടായി വന്നു. അതേ വൈദ്യുതി ഒരു ടി വിയിലൂടെ ദൃശ്യമായി വന്നു. സത്യത്തിൽ വൈദ്യുതി വെളിച്ചമാണോ, അതല്ലെങ്കിൽ തണുപ്പാണോ, ചൂടാണോ, ശബ്ദമാണോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഒക്കെ ഒന്നേ ഉള്ളൂ, പക്ഷെ പല രൂപത്തിൽ കാണാൻ പറ്റി. നമ്മളതിൻ്റെ യാഥാർത്ഥ്യത അറിയണില്ല.
ഇനി അത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാം. ഒക്കെ സത്രം കഴിഞ്ഞ് ഇന്നത്തെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരികെ പോവാം. വെളിച്ചം അങ്ങ് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ കാല് ഒരു കയറിൽ തട്ടി കഴിയുമ്പോൾ നമ്മൾ വെളിച്ചമില്ലല്ലോ, പെട്ടെന്ന് ഉള്ളിലിരിക്കുന്ന അവബോധ മനസ്സ് നമ്മളോട് പറയും പാമ്പാണ്, സർപ്പമാണെന്ന് പറയും. എന്തുകൊണ്ട് അങ്ങനെ ഒരു തോന്നലുണ്ടായി? ഇല്ലാത്തതിനെ ഉണ്ടെന്ന് ആ മനസ്സ് അവിടെ തോന്നിപ്പിക്കുന്നു. യാഥാർത്ഥ്യത തിരിച്ചറിയും. അപ്പോൾ അവിടെ ബോധം നൽകണമെങ്കിൽ എന്ത് ചെയ്യണം? ഉടൻ തന്നെ അവിടെ ചെന്ന് ഒരു വെളിച്ചം എടുത്തുകൊണ്ട് വരുമ്പോൾ എന്താ, ആ വെളിച്ചം അടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സർപ്പമല്ല, പാമ്പല്ല, ഇതെന്താണ്? കയറാണ്. പിറ്റേ ദിവസം, ഒരു ദിവസം കഴിഞ്ഞ്, ഒരു 3-4 ദിവസം കഴിഞ്ഞില്ല, ഒരു വർഷം കഴിഞ്ഞ് അതുവഴി വരുമ്പോഴും ആ അവബോധ മനസ്സ് ഇവിടെ ഈ ഉള്ളിൽ ഇങ്ങനെ അറ്റി കിടക്കുന്നത് കൊണ്ട് പറയും ഇവിടെ വന്നപ്പോൾ കരണ്ട് പോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് സർപ്പത്തെ കണ്ടായിരുന്നു, സർപ്പത്തെ ചവിട്ടിയായിരുന്നു. പിന്നെ ബോധമായിരിക്കുന്ന, സത്യമായിരിക്കുന്ന, ധർമ്മമായിരിക്കുന്ന വിഷയത്തിലേക്ക് മനസ്സ് ഊന്നൽ കൊടുത്ത് വെളിച്ചമെടുത്തുകൊണ്ട് വന്നപ്പോൾ, അതായത് വെളിച്ചമായിരിക്കുന്ന ധർമ്മം, വെളിച്ചമായിരിക്കുന്ന സത്യം എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഉൾബോധ മനസ്സിനെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. എന്താണ്? കയറാണ് എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ. അതല്ലെങ്കിൽ ഇനിയും അതിന് ഉദാഹരണം പറഞ്ഞു തരാം. എൻ്റെ പക്കലില്ല, ഇവിടുത്തെ നോട്ടീസ് തന്നെ ആയിക്കോട്ടെ. ആ നോട്ടീസ് നമ്മൾ എടുത്ത് കാട്ടി. ആ നോട്ടീസ് എടുത്ത് നമ്മൾ കാട്ടുമ്പോൾ അതിലൊരു പക്ഷേ എന്താണ്, എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? നിങ്ങളെ കൊണ്ട് തന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കണേ. ഇതിലെന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഓം ഗംഗണപതേ നമ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ശിവായ, ദേവീ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയുണ്ട്. 41ാമത് അഖില ഭാരത മഹാസത്രം ഗുരുവായൂർ പെരുന്തട്ട മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ മഹാദേവൻ്റെ ഫോട്ടോയുണ്ട്. ഇതല്ലാതെ ഈ നോട്ടീസിലുള്ള സർവ്വ വിഷയങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? എന്തെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾ? എന്നെ കാണുന്നെന്ന് പറയരുത്. ഇതല്ലാതെ യാഥാർത്ഥ്യത തിരിച്ചറിയണേ. എന്തുകൊണ്ട്? ഇതിൽ നിന്ന് വേറിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇതിലെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒന്നുകൂടി ഇതിലുണ്ട്. ഇതൊക്കെ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഈ പേപ്പർ, ഈ സത്യമായിരിക്കുന്ന പേപ്പർ എന്ന് പറയുന്ന വസ്തു ഇവിടെ ഇല്ലെങ്കിൽ ഇതെങ്ങനെ പ്രിൻ്റ് ചെയ്യും? ഈ ഫോട്ടോ ഇതിലെങ്ങനെ അടിക്കും? അപ്പോൾ സത്യവസ്തുവിനെ എന്ത് ചെയ്തു? ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇതെന്ത് ചെയ്തു? ഇതിനെ മറച്ച് കളഞ്ഞു എന്ന് പറയുന്നത് പോലെ. പക്ഷേ എന്താ, പരമാർത്ഥമായിരിക്കുന്ന സത്യം ഇവിടെ ഉണ്ട്. അതിനെ മറച്ച് വേറൊരു സത്യം കൂടെ ഇതിലുള്ളതുണ്ട്, ഇല്ലേ എന്ന് പറയണ പോലെയുള്ള നമ്മളിപ്പോഴും യാഥാർത്ഥ്യത തിരിച്ചറിഞ്ഞില്ല. ഈ യാഥാർത്ഥ്യത തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മളിപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇപ്പോഴും ആരെയും കുറ്റം പറയുകയല്ല, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? ഞാനെന്നും എൻ്റേതെന്നും എനിക്കെന്നുമുള്ള ചിന്ത ഇവിടെ ഉടലെടുത്തത് കൊണ്ട് ഒക്കെ എന്താണ്, നാമജപത്തിൽ പോലും ഭിന്നത ഉണ്ടാകുന്നു. മനസ്സിലാകുന്നുണ്ടോ? നാമജപത്തിൽ പോലും എന്താണ്, അവിടെ ഭിന്നതയുണ്ടായി. പാടില്ല കേട്ടോ. അതൊരിക്കലും ഒരു നോട്ടീസ് കണ്ടു, അതുകൊണ്ട് പറഞ്ഞു പോയതാ. യാദൃച്ഛികം ഒക്കെ ഒന്നല്ലേ ഉള്ളൂ. അതെങ്ങനെയാണോ ആചരിച്ചു വന്നത് അങ്ങനെ പോട്ടെ. അതിനെന്തിനാ മാറ്റം? അതിന് മാറ്റം വേണ്ട, ഇങ്ങനെ പോട്ടെ. അപ്പോൾ അതിൽ നിന്ന് വേറിട്ട് ചിന്തിക്കില്ല, അതിനോട് രമിച്ച് ചേരുകയാണ് വേണ്ടത്. കാരണം എന്താ? ഒന്നും വേറിട്ട് നിൽക്കില്ല, ഒക്കെ ഒന്നാണെന്നുള്ള ബോധം നമുക്ക് വേണം. മനസ്സിലാകണുണ്ടോ? കാരണം എന്താ? മനുഷ്യനായിട്ട് ഇതാ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ യാഥാർത്ഥ്യമായി ഇപ്പം മനസ്സിലായ എന്താണ് ബോധം എന്ന് പറയുന്നത്? ആ സത്യം, മായയുടെ അഭാവം മൂലം സത്യം ഏതാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. സത്യം ഏതാണെന്ന് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. ആ സത്യം ഏതാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് മായയുടെ അഭാവം മൂലം അത് യാഥാർത്ഥ്യത തിരിച്ചറിഞ്ഞപ്പോൾ, ഇപ്പോൾ കണ്ടതുപോലെ, ഈ വൈദ്യുതിയുടെ കാര്യം പറഞ്ഞതുപോലെയും, ഇരുട്ടത്ത് കയറ് പാമ്പാണെന്ന്, സർപ്പമാണെന്ന് കണ്ടതുപോലെയും, അതേ നോട്ടീസ് പേപ്പറാണെന്ന് നമ്മൾ തിരിച്ചറിയാത്തതുപോലെയും തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ യാഥാർത്ഥ്യത അറിഞ്ഞില്ല. അതറിയുമ്പോൾ എന്താണ്? ബോധം വരുത്തും. അപ്പോൾ ആ ബോധം വരുത്തണമെങ്കിൽ യാഥാർത്ഥ്യതയെപ്പറ്റി അറിയുകയും അതിനെപ്പറ്റിയുള്ള പഠനവും നമ്മൾക്ക് വേണം. അതിന് കാരണഭൂതനായി നിൽക്കുന്നത് ആരാ? ബോധം വരുത്തുവതിനാളായി നിന്ന് പരമാചാര്യരൂപ ഹരിനാരായണായ നമ. അതാരാ? അതാണ് സാക്ഷാൽ പരമാത്മാവായിരിക്കുന്ന ഗുരുനാഥൻ. കാരണം എന്താ? ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനുമൊക്കെ ഒന്നാണെന്ന് പഠിച്ചു.
നമ്മൾ അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുമേലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാന അന്ധകാരത്തെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ കാരണഭൂതനായിരിക്കുന്ന ആൾ ആരാണോ അവൻ ഗുരു. അവൻ ആരാ? ഗുരുർ ബ്രഹ്മ, ബ്രഹ്മമാണ്. ഇപ്പം ബ്രഹ്മസ്വരൂപനാ ഗുരു. ഗുരുർ വിഷ്ണു, അവൻ വിഷ്ണുവാണ്, സർവത്തിലും വ്യാപിച്ചിരിക്കുന്നവനാണ്. ഗുരുർ ദേവു, അവൻ ദേവനുമാണ്. മഹേശ്വര, മഹേശ്വരനുമാണ്. സർവത്തിലും ഒന്നായി കാണുവാൻ ഇവിടെ പഠിപ്പിക്കുക. അപ്പം വേറിട്ട് നിൽക്കുകയല്ല, ഒക്കെ ഒന്നാണ്. എത്ര ഗുരുക്കന്മാരുണ്ടായാലും എത്ര പേരുണ്ടായാലും ഒക്കെ ഒന്നാണ് എന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക. അത് വേറെ, ഒരു പക്ഷേ ഡാൻസ് പഠിപ്പിച്ച ആളായിരിക്കാം, അതല്ലെങ്കിൽ വ്യാകരണം പഠിപ്പിച്ച ആളായിരിക്കാം, അത് അല്ലെങ്കിൽ മാത്സ് പഠിപ്പിച്ച ആളായിരിക്കാം, അതല്ലെങ്കിൽ വേദം പഠിപ്പിച്ചു കൊടുത്ത ആളായിരിക്കാം. ആരായിക്കോട്ടെ, ഒക്കെ ഒന്നാണ്. ആ തലത്തിലേക്ക് മാറണം. കാരണം എന്താ? ഒന്നും വേറിട്ട് നിൽക്കുകയല്ല. ആ സത്യത്തെ പറ്റിയാണ് ഇവിടെ തുഞ്ചത്ത് രാമാനുജൻ എന്ന എഴുത്തച്ഛൻ എന്ന മഹാനുഭാവൻ ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ആ ബോധം എനിക്ക് നൽകിയതായിട്ടുള്ള സ്വരൂപം ആരാ? പരമാചാര്യനായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്, ആ സ്വരൂപം തന്നെയാണ്. അങ്ങനെയുള്ള പരമാചാര്യനായിരിക്കുന്ന ഭഗവാനെ നിനക്ക് നമസ്കാരം. ഹരിനാരായണായ നമ. അതാരാ? ഇവിടെ ഹരിയായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നു. അടുത്തതായിട്ട് പറയുന്നു, ഒന്നായ നിന്നെ ഇഹ. അതിന് മുമ്പ് ചോദിക്കുകയാണ്, ഇതൊക്കെ വേറിട്ട് നിൽക്കുകയാണെന്നുള്ള തോന്നലുണ്ടോ? അതുകൂടെ അറിയണ്ടായോ? ഇതിൽ നിന്ന്, അതായത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്ന് പറയുന്നവർക്ക് ഭേദമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒന്നാണേ, നമ്മളൊക്കെ ഒന്നാണേ. ആണെങ്കിൽ മാത്രം അടുത്തതിലോട്ട് പോവാം. ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. മൊത്തത്തിൽ 66 ശ്ലോകമുണ്ട്. സത്യത്തിൽ 60 ദിവസം ഇരുന്നാലും തീരില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ അത്ര വലിയ പണ്ഡിതനൊന്നുമല്ല, അറിയാവുന്നത് പറയണു, അത്ര മാത്രമേ ഉള്ളൂ. കാരണം ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരിവിടെ ഉണ്ട്. അതുകൊണ്ട് അവരുടെ മുന്നിൽ കിട്ടിയൊരവസരം അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പറയണു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അടുത്ത വരിയിലേക്ക് പോകാം. രണ്ടാമത്തെ ചുവടിലേക്ക് വെച്ചു. ഒന്നായ നിന്നെ, കാരണം ഒന്നെന്നുറച്ചു. ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഒക്കെ ഒന്നാ. ശിവനും വിഷ്ണുവിനും ഭേദം കൽപ്പിക്കുന്നവർക്ക് നരകമാണെന്ന് പഠിച്ചു. ഒക്കെ എന്താണ്? സർവവും ഒന്നാണെന്ന് മനസ്സിലാക്കി. ആ മനസ്സോടുകൂടി രണ്ടാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ പറയണു, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല ഹരി. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. അപ്പോൾ ഒന്നായിരിക്കുന്ന നിന്നെ, അതായത് മായ നീങ്ങി മാറി, മായ അങ്ങോട്ട് മാറിയിരുന്നു. ഈ ആ മായാസമായ ഇല്ലാത്തത് ഉണ്ട് എന്നൊരു തോന്നലുണ്ടായി. അതിൻ്റെ യാഥാർത്ഥ്യത നമ്മൾ പഠിച്ചു. വൈദ്യുതിയിലൂടെയും അതുപോലെ നോട്ടീസിലൂടെയും അതുപോലെ തന്നെ എന്താണ് സർപ്പത്തിലൂടെയൊക്കെ നമ്മൾ പഠിച്ചു. അതങ്ങോട്ട് മാറ്റിവെച്ചു. അടുത്ത സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഇതാ വീണ്ടും എന്താ മനസ്സിനൊരു തോന്നൽ ഇടയ്ക്ക് എവിടെയോ ഉണ്ടായി. ഒന്നായ നിന്നെ ഞങ്ങൾ രണ്ടെന്ന് കണ്ടു. അതായത് മുമ്പേ പറഞ്ഞതുപോലെ ഈ ഭഗവാനെയും മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണ പരമാത്മാവിനെയും മഹാദേവനെയും രണ്ടെന്ന് വീണ്ടും കണ്ടു. കാരണം രണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാകും. ഒരമ്മ, ചെങ്ങന്നൂരുള്ളതായിക്കോട്ടെ, ഇവിടെ ആരെയും കുറ്റം പറയണില്ല, പറഞ്ഞാൽ ഒരുപക്ഷെ പ്രശ്നമാകും. ചെങ്ങന്നൂരുള്ളൊരമ്മ ഗുരുവായൂരോട്ട് വരിക. അപ്പോൾ ഗുരുവായൂരോട്ട് വരുന്നത് എങ്ങനെയാണ്? ഉത്തമമായ ഭക്തിയോടുകൂടിയാണ് വരണേ. അമ്മ 100% ഭക്തിയോടുകൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പ്രമാണം ഞങ്ങൾ ഒരുപാട് സപ്താഹം കേട്ടിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നുണ്ട്, ഒരു വിഷയത്തെപ്പറ്റി ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ആ വിഷയം ഇതാണ്: ഏതൊരു ദേവനെ കാണാൻ പോയാലും ആ ദേവനെ, ദൂരദേശത്തുള്ളൊരു ദേവനെ കാണാൻ പോകുമ്പോൾ അടുത്തുള്ള ദേവനെ കൂടി നമ്മൾ പരിഗണിക്കണം. മനസ്സിലാകണുണ്ടോ? അത് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ തൽക്കുല ദേവതമാരെ ഭജിപ്പവർക്കൊക്കെ ശുഭം എന്ന് ചൊല്ലുന്നു വേദങ്ങൾ. ധിക്കാരമോടെ മറ്റന്യരെ പൂജിക്കയിൽ സിദ്ധിക്കയില ഫലം. അപ്പോൾ ധിക്കാരത്തോടുകൂടി മറ്റന്യരെ പൂജിച്ചാൽ അവിടെ ദോഷമാണ് പരിണമിക്കുന്നത്. അതുകൊണ്ട് ആ ദോഷത്തെ ഞങ്ങൾ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കണില്ല. അതുകൊണ്ട് സത്യത്തെ മാത്രം അറിയുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ 100% ഭക്തിയോടുകൂടി ഭഗവാനെ കാണാൻ വരുമ്പോൾ അടുത്തുള്ള ദേശത്തൂടെ കയറി അവിടുന്ന് എവിടെ വന്നു? ഗുരുവായൂരെത്തി. ഗുരുവായൂർ വരുമ്പോൾ പല കാഴ്ചകൾ കണ്ട് 100% ഭക്തിയോടുകൂടിയാണ്. അപ്പോൾ അടുത്തുള്ളൊരു അമ്മ ചോദിക്കുക, മോനെ നീ എവിടെ പോവാ, അല്ലേ മോളെ നീ എവിടെ പോവാ? ഞങ്ങൾ ഗുരുവായൂർ ഭഗവാനെ കാണാൻ പോകുക. അപ്പം ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഒരു കാര്യം ചെയ്യണേ,
ഏറ്റവും ഗുരുവായൂർ വരുന്നവരെല്ലാവരും സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ്. ഭഗവാൻ ഒരു ചെറിയ ലോക്കറ്റിൽ, ഒരു ചുമല ലോക്കറ്റിനകത്ത് അതിൻ്റെ സൈഡ് ഇങ്ങനെ ചുമല പോലെ അതിനകത്തൊരു സ്വർണ്ണം പോലെ ഭഗവാനെ ആലേപനം ചെയ്ത ലോക്കറ്റുണ്ട്. അത് 2 ഒന്ന് വാങ്ങിച്ചു തരണേ മോളെ എന്ന് പറയും. അപ്പോൾ പറയും ശരി വാങ്ങിച്ചു തരാം. അപ്പോൾ എന്താ, ഈ അമ്മയുടെ മനസ്സിൽ ഭഗവാനെ കാണാൻ പോയ അതേ 100% ഭക്തിയോടുകൂടി ഇറങ്ങിയ അമ്മയുടെ മനസ്സിൽ ശരിയാണല്ലോ, ആ കൊച്ചു പറഞ്ഞത് ശരിയാണല്ലോ, 2 ലോക്കറ്റ് എനിക്കൂടെ വാങ്ങിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം മനസ്സിൽ തോന്നി. അങ്ങനെ ആഗ്രഹം മനസ്സിൽ തോന്നിയപ്പോൾ എന്താ, 2 ബക്കരി 2 വാങ്ങിച്ചാൽ കൊള്ളാമെന്നാണ് പറഞ്ഞത്. 2 ബക്കരി എങ്ങോട്ട് പോയി? ലോക്കറ്റിലേക്ക് പോയി. അങ്ങനെ അവിടുന്ന് ഓരോ കാഴ്ചകളും കണ്ട് വന്ന് ഗുരുവായൂരെത്തിയപ്പോൾ ഇങ്ങനെ ഉത്തമമായ ഭക്തിയിൽ നിന്ന് മധ്യമനായി പ്രാകൃതനായി. കാരണം എന്താ, സ്ത്രീകളാണെങ്കിലും ശരി, അവരവരുടെ നല്ല വസ്ത്രങ്ങളൊക്കെ കാണുമ്പോൾ, ആഭരണാദികൾ കാണുമ്പോഴൊക്കെ അതിൽ ആഗ്രഹങ്ങളുണ്ടാകും. അതൊക്കെ സർവ്വസ്വാഭാവികം. മനസ്സിങ്ങനെ മാറിപ്പോവുക. കാരണം എന്താ, നമ്മുടെ മനസ്സിനെ അടക്കി നിർത്താൻ പറ്റണില്ല. അപ്പോൾ കുചേല പരമാത്മാവിൻ്റെ ധർമ്മവക്തി പറയുന്നുണ്ട്, നല്ല വസന കനക ആഭരണങ്ങളെല്ലാം ഏതാ കാമിക്കുമല്ലോ തരുണിമാർ. അതൊക്കെ അവരുടെ ആഗ്രഹമാണ്, സ്ത്രീകളുടെ ആഗ്രഹമാണ്. ഇന്നതിലൊന്നും ഇല്ലെനിക്ക് ആശ. കാരണം എന്താ, ഞാൻ ധർമ്മഭക്തിനിയാണ്. അതുകൊണ്ട് എനിക്കിതിലൊന്നും ആശയില്ല, ഞാൻ അങ്ങനെ ആഗ്രഹിക്കണില്ല. എനിക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാനെ മാത്രം അറിഞ്ഞാൽ മതി, അങ്ങേ മാത്രം സേവിച്ചാൽ മതി. ആ സേവയിലൂടെ ആ ഉത്തമനായ ഭക്തിയെ പ്രാപിക്കുന്ന വശത്തേക്ക് ചെല്ലുന്നു. അതുകൊണ്ട് ഈ വരിയും കൂടെ നമുക്ക് പറയാം. ഒന്നായ നിന്നെ 2 കണ്ടു. കാരണം എന്താ, ഉത്തമമായിരിക്കുന്ന ഭക്തിയെ പ്രാപിക്കേണ്ട വിഷയമായിരുന്നു, അതിൽ നിന്ന് വ്യതിചലിച്ചു പോയി. അപ്പോൾ 2 ഞാനെന്നും എൻ്റേതെന്നും ഉള്ള ഒരു ഭാവമുണ്ടായി. അങ്ങനെ ഒരു ഭാവമുണ്ടായാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അത് നാശത്തിലേ കലാശിക്കത്തുള്ളൂ. അതിനിവിടെ വലിയ കാരണങ്ങളുമുണ്ട് എന്നുകൂടി പറഞ്ഞു. അപ്പോൾ നിന്നെ 2 കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കണില്ല. അങ്ങനെ കണ്ടാലോ അതിനൊരു ദോഷമുണ്ട്. ഒന്നായ നിന്നെ ഇഹ 2 കണ്ടളവിലുണ്ടായ ഒരിണ്ടൽ, 2ആയിട്ട് എപ്പോൾ കാണാൻ തോന്നുന്നുവോ അപ്പോൾ മുതൽ എന്ത് ദുഃഖം അനുഭവിച്ചു തുടങ്ങി. മനസ്സിലാകണുണ്ടോ? ഇവർക്ക് ഭേദം കൽപ്പിച്ചപ്പോൾ, ശിവനും വിഷ്ണുവിനും മറ്റു ദേവനും ഭേദം കൽപ്പിച്ചപ്പോൾ എന്തുണ്ടായി? ദുഃഖമുണ്ടായി. അതുകൊണ്ട് ദുഃഖമാണോ വേണ്ടത്, സുഖമാണോ വേണ്ടത് എന്ന് ആലോചിച്ച് ഓരോ കർമ്മങ്ങളും ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകും. കാരണം അടുത്ത വരിയിലൂടെ പറയുന്നു, പണ്ടേ കണക്കെ വരുവാൻ. എങ്ങനെയാണോ ആദ്യം ഉണ്ടായിരുന്നത് ഓംകാരമായ പൊരുള്, എങ്ങനെയാണോ ഈ ബ്രഹ്മം നിറഞ്ഞു നിൽക്കുന്ന, ഈ പ്രപഞ്ചൈകമായ സത്യം നിറഞ്ഞു നിൽക്കുന്നത്, അങ്ങോട്ട് തന്നെ പോകുവാൻ ഇതാ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം എന്താ, ഇതിൽ നിന്ന് ഭിന്നമല്ല, ഒക്കെ സത്യമായ നിത്യമായിരിക്കുന്ന വസ്തു ആ ഈശനും പ്രപഞ്ചവും ദേശികനും താനും ഞാനും ഒക്കെ ഒന്ന്. ആ ഒന്നെന്ന മനസ്സ് എപ്പോഴും ഉണ്ടാകണം. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളുടെ സമയം അതിക്രമിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്നുകൂടി അവസരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ ഉപദേശം കൊടുത്ത് അങ്ങ് സമർപ്പിക്കാം. അതുകൂടി എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരുപാട് വിസ്തരിച്ച് പറയാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. എങ്കിലും ഉള്ള സമയത്ത് പറ്റുന്നത്ര പറയുന്നു എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതൊരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. ഒന്ന്, ഇവിടെ വിശ്വാസത്തെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ ഭക്തിയെ പറ്റിയും സൂചിപ്പിച്ചു. അടുത്തത് ധനം എന്ന് പറഞ്ഞൊരു വിഷയം കൂടെയുണ്ട്. അപ്പം ഭക്തി, ധനം, വിശ്വാസം, ഇത് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട വിഷയമാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ആദ്യം പറഞ്ഞു ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ഭക്തി, പിന്നെന്താണ് വിശ്വാസം, പിന്നീട് എന്താ പറഞ്ഞേ ധനം. ഇവർ 3 പേരും നല്ല ചങ്ങാതിമാരാണ്. ഇവർ വേദമൊക്കെ പഠിച്ച് പിരിയുന്ന സമയമായി. നമ്മൾ 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, കൂട്ടുകാരോട് അല്ലേ കൂട്ടുകാർ ഇനി എവിടെ വെച്ചാൽ കാണണേ, അപ്പോൾ ഇന്നടത്ത് വെച്ച് കാണാം എന്ന് പറയുന്ന പോലെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു എവിടെ വെച്ച് കാണാമെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി കൊണ്ട് പറയാം. ഉത്തമന്മാരായ സുഹൃത്തുക്കളാണ്. ആ ചങ്ങാതിമാർ ചോദിച്ചപ്പം ആദ്യത്തെ ചോദ്യം ഭക്തിയോടാണ്. അല്ലയോ ഭക്തിയാകുന്ന കൂട്ടുകാരാണ്, നിന്നെ എവിടെ വന്നാൽ ദർശിക്കുവാൻ സാധിക്കും? അപ്പം ഭക്തി പറഞ്ഞ മറുപടി എന്താണെന്നറിയാം, എന്നെ ക്ഷേത്രങ്ങളിൽ, മസ്ജിദുകളിൽ, ചർച്ചുകളിൽ, ഇവിടെയുള്ള ഭക്തി, വേറെ എവിടെയും ഭക്തിയില്ല. ഇനി അതല്ല, ഭവനത്തിൽ ഭക്തിയുണ്ട്. വിളക്ക് കത്തിക്കുന്ന ക്ഷണനേരം രാമരാമ 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 പാഹിമ, രാമപാദം ചേരണേ മുകുന്ദരാമ പാഹിമ എന്ന് ജപിച്ച ഒരു സമയമുണ്ടായിരുന്നു മുത്തശ്ശിമാരുടെ കാലഘട്ടം. അതേ നാമം ഇപ്പോൾ രാമരാമ 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 പാഹിമ എന്ന് ജപിക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം എന്താ, മറ്റ് കർമ്മത്തിലേക്ക് മനസ്സ് മാറിപ്പോയി, വേർപെട്ടുപോയി. അതുകൊണ്ടെന്താ, സ്വസ്ഥമായിട്ടിരുന്ന് നാമം ജപിക്കാൻ പറ്റിയില്ല, ഭക്തിയെ പ്രാപിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് എവിടെയൊക്കെയുണ്ട്, ക്ഷേത്രങ്ങളിൽ, മസ്ജിദുകളിൽ, ചർച്ചുകളിൽ, ഇവിടെയുള്ളൂ ഭക്തി. അടുത്ത ചോദ്യം എന്താ, ഭക്തിയും വിശ്വാസവും ധനത്തിനോട് ചോദിച്ചു. അല്ലയോ ധനമാകുന്ന കൂട്ടുകാരൻ, നിന്നെ എവിടെ വന്നാൽ ദർശിക്കുവാൻ സാധിക്കും? അപ്പോൾ ധനം പറഞ്ഞ മറുപടി
എന്നെ സ്നേഹിക്കുന്നവനോട് എപ്പോഴും ഞാനുണ്ടാകും. അന്യാധീനമായി സ്നേഹിച്ചാൽ ഞാൻ ആപത്തായിട്ട് പരിണമിക്കും. ശരിയല്ലേ? ധനത്തിന് വേണ്ടിയിട്ട് സ്വന്തം മാതാവിനെ മകൻ കുത്തിക്കൊല്ലുന്നു, സ്വന്തം പിതാവിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു, അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പണത്തിന് വേണ്ടിയിട്ട് വഴക്കണം. പണം ആളെ കൊല്ലുന്നൊരു പ്രമാണമുണ്ട് ഇല്ലേ? അത് ദോഷമാണ്. ഒരു പരിധിയിൽ കൂടുതൽ അതിനെ സ്നേഹിക്കരുത്. ആവശ്യത്തിന് മാത്രം, ധാർമ്മികമായ മാത്രം മൂല്യധനം ഉണ്ടാക്കുക, അതിലൂടെ ജീവിക്കുക, അത് ഗുണമാണ്. അപ്പോൾ ധനം പറഞ്ഞ മറുപടി ഇതാ. എവിടെയൊക്കെ വരാം? എന്നെ സ്നേഹിക്കുന്നവൻ്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാകും, അമിതമായാൽ ആപത്തുമാണ് എന്ന് പറഞ്ഞ് ധനവും സമർപ്പിച്ചു. അടുത്ത ചോദ്യം വിശ്വാസത്തോടെ. അല്ലയോ വിശ്വാസമാകുന്ന കൂട്ടുകാരൻ, നിന്നെ എവിടെ വന്നാൽ ദർശിക്കുവാൻ സാധിക്കും? അപ്പം വിശ്വാസം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്തായിരിക്കും? ഒരിക്കൽ നഷ്ടപ്പെട്ട തിരികെ വരാത്ത ഒരേ ഒരു കൂട്ടുകാരൻ ആരാ? വിശ്വാസം. ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ, വിശ്വാസം ഞാൻ പറഞ്ഞ വിശേഷമായി ശ്വാസത്തിലേക്ക് ചേരുന്നത് ക്ഷത്രിയ ധർമ്മം കൂടെയാണ്. അപ്പോൾ ആ ധർമ്മം അനുസരിച്ച്, ആ വിശ്വാസമനുസരിച്ച് അത് മാറിക്കഴിഞ്ഞാൽ, അതിലേതെങ്കിലും തരത്തിലൊരു പൊടിക്ക് വ്യത്യാസമുണ്ടായാൽ, നഷ്ടപ്പെട്ടാൽ തിരികെ വരില്ല. അതുകൊണ്ട് ഭഗവാനിൽ വിശ്വസിച്ച്, ഭാഗവതത്തിൽ വിശ്വസിച്ച്, നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ട്, അതായത് ഭാര്യ ഭർത്താവിൽ, ഭർത്താവ് ഭാര്യയിൽ, മാതാവിൽ, പിതാവിൽ, അയൽപക്കങ്ങളിൽ, മക്കളിൽ ഒക്കെ ആ ഒരു വിശ്വാസം അർപ്പിച്ച് ജീവിക്കൂ. സർവ്വവിധമായ ഐശ്വര്യങ്ങൾ, ആയുസ്സും ആരോഗ്യവും ആത്മജ്ഞാനവും ഉണ്ടാകട്ടെ എന്നുകൂടി അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. സർവ്വ ഐശ്വര്യസിദ്ധിയർത്ഥം സർവ്വ ആയുരാരോഗ്യ നിവാരണാർത്ഥം കരിഷ്യേ. സർവശത്രുനാശാരോഗ്യം വർദ്ധയ ആയുസ്സും വർദ്ധയോ. നമോ ഭഗവതേ വസുദേവായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കയേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ ഹൃദയ സ്വഭാവാത് കരോമി യത്തിൽ സകല